السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, മുൻപ് ചില ദർസുകളിൽ അൽ-അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തൻ്റെ ഉദ്ദത്തുസ് സാബിരീൻ എന്ന ഗ്രന്ഥത്തിൽ വദഖീറത്തുശ് ശാക്കിരീൻ എന്ന ഗ്രന്ഥത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹായിക്കുന്ന 20 കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നു. ആ 20 കാര്യങ്ങൾ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്ന ഏതൊരു മുസ്ലിമായ മനുഷ്യനും ഉപകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളാണ്. അതിൽ 10ഓളം കാര്യങ്ങൾ കഴിഞ്ഞ 2 ദർസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും യുവാക്കളായ കൗമാരപ്രായത്തിലുള്ള ആളുകൾ അവർ ഈ പാഠങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കണം, അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് എന്ന് അന്വേഷിക്കുന്ന അനേകം കുട്ടികൾ, അനേകം കൗമാരക്കാർ, അനേകം യുവാക്കൾ, അനേകം പ്രായമായ ആളുകൾ, പ്രത്യേകിച്ചും രഹസ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ എന്തുണ്ട് വഴി എന്ന് അന്വേഷിക്കുന്ന അനേകം ആളുകളുണ്ട്. അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ 20ഓളം കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ കാര്യവും യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം നൽകുന്ന, അതിന് മതിയായ പരിഹാരം നിർദ്ദേശിക്കുന്ന വഴികളാണ്. കഴിഞ്ഞ ദർസുകളിൽ ഈ പറഞ്ഞതിൽ 10 പാഠങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത് എന്ന് പറഞ്ഞു. ഇനിയുള്ളത് 11ാമത്തെ കാര്യം മുതൽ ബാക്കി അങ്ങോട്ടുള്ളതാണ്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് സഹായകമാണ്. അള്ളാഹുവിൻ്റെ ആവമ, അവൻ്റെ ഗാംഭീര്യം തിരിച്ചറിയുക എന്നത് സഹായകരമാണ്. അതുപോലെ തന്നെ തിന്മയുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് സഹായകരമാണ്. തിന്മകൾ പൊതുവെ വളരെ നിമിഷ നേരത്തേക്ക് മാത്രമുള്ള സുഖങ്ങളാണ് നൽകുന്നത്. പക്ഷേ അതിനുശേഷം വരാനിരിക്കുന്ന വേദന ദുനിയാവിലും ആഖിറത്തിലും പ്രയാസകരമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തിന്മകളിൽ നിന്ന് ഒരാളെ തടഞ്ഞു നിർത്തുന്ന കാര്യമാണ്. ഇത് കഴിഞ്ഞ അധ്യായങ്ങളിൽ വിശദീകരിച്ചതാണ്. 11ാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നു, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അൻ യുഅവ്വിദ ബാഇസദ്ദീൻ വദവാഇയഹു മുസാറഅത്തൽ ഹവാ വമുഖാവമതഹു അല തദ്രീജ് ഖലീലൻ ഖലീലൻ. അവൻ തൻ്റെ മനസ്സിലുള്ള മതപരമായ ചിന്തകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കണ്ടുമുട്ടണമെന്ന ഓർമ്മ, അതുപോലെ മരിച്ചു പോകേണ്ടതുണ്ട് എന്ന ചിന്ത, ഖബ്റിൽ ശിക്ഷയുണ്ട് എന്ന കാര്യം, ഇങ്ങനെ അള്ളാഹു ദീനിൽ പഠിപ്പിച്ചു തന്ന അനേകം ബവാഇസുകളുണ്ട്. ഇതിൽ പല ഓർമ്മപ്പെടുത്തലുകളും നമ്മെ പല സന്ദർഭത്തിൽ സഹായിക്കുന്നതാണ്. ചില തിന്മകളിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, മറ്റു ചിലത് പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്, മറ്റു ചിലത് അള്ളാഹുവിനോടുള്ള ലജ്ജയാണ്, മറ്റു ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഓർത്തുകൊണ്ടുള്ള പിന്മാറലാണ്, മറ്റു ചിലത് നമ്മുടെ സ്വന്തം നഫ്സിനോടുള്ള ലജ്ജയാണ്. ഇങ്ങനെ ഒരാളുടെ ഹൃദയത്തിൽ തിന്മകളിൽ നിന്ന് അവനെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന പല പ്രേരണകളുണ്ട്. ഈ പ്രേരണകളെ അവൻ പതുക്കെ പതുക്കെ ശക്തിപ്പെടുത്തി കൊണ്ടുവരിക. അതിലൂടെ മുസാറഅത്തുൽ ഹവ,
ദേഹേച്ഛെ മലർത്തിയടിക്കാൻ, അതിനെ പരാജയപ്പെടുത്താൻ, അതിനെ കീഴ്പ്പെടുത്താൻ, അതിന് മുകളിൽ ശക്തി നേടാനുള്ള പരിശീലനം സ്വന്തം നഫ്സിന് അവൻ കൊടുത്തുകൊണ്ടിരിക്കുക. വമുഖാവമതഹു അല തദ്രീജ് ഖലീലൻ ഖലീല, ഈ പറഞ്ഞ വഴിയിലേക്ക് എത്താൻ പൊടുന്നതിന് സാധിക്കുകയില്ല. മറിച്ച് അല തദ്രീജ് ഖലീലൻ ഖലീലൻ, പതുക്കെ പതുക്കെ കുറേശ്ശെയായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം കൊണ്ടുവരിക. എന്നിട്ട് അദ്ദേഹം പറയണം, എവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഹത്താ യുദ്രിക ലസ്സത അസ്സഫർ, ഇത് പതുക്കെ പതുക്കെ തുടർന്നു കഴിഞ്ഞാൽ പിന്നീട് നീ ഏതൊരു തിന്മയെയാണോ പരാജയപ്പെടുത്തിയത്, ആ തിന്മയെ പരാജയപ്പെടുത്തിയതിൻ്റെ സുഖം നീ ആസ്വദിക്കാൻ തുടങ്ങും. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ അനുഭവിച്ച ചില തെറ്റുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു ശീലിച്ചു പോയ തെറ്റുകളുണ്ട്. അതിനെ പരാജയപ്പെടുത്തി, അതിനെ പരിപൂർണമായി തുടച്ചു നീക്കി എന്നറിയുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സുഖം, അതുകൊണ്ട് അനുഭവിക്കുന്ന ആനന്ദം വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു തിന്മയുടെ ഭാഗത്ത് ഞാനൊരു നന്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, ഒരു നന്മയെ കൊണ്ടുവന്നിരിക്കുന്നു എന്നറിയുമ്പോൾ എൻ്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ച ആ പ്രേരണയെ ഞാൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു, എനിക്കിപ്പോൾ സുഖകരമായി ജീവിക്കാൻ കഴിയും എന്ന തിരിച്ചറിവ്, അതുകൊണ്ട് ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണ്. മദ്യപാനത്തിൽ അകപ്പെട്ട് പുറത്തു കടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അതിൽ നിന്ന് കുതറിച്ചാടി എത്രയെല്ലാം മുന്നിൽ പ്രേരണകൾ വന്നെത്തിയാലും അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാതിരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അയാളുടെ അഭിമാനബോധം നിങ്ങൾ കണ്ടിട്ടില്ല, അയാൾക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങൾ കണ്ടിട്ടില്ല. ഇതേപോലെയാണ് ഏതൊരു തിന്മയും. ഈ തിന്മകൾ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ആസ്വാദനത്തെക്കാൾ സുഖകരമാണ് ആ തിന്മയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ലഭിക്കുന്ന സുഖം. ഈ പറഞ്ഞ ലജ്ജത്ത്, ഈ പറഞ്ഞ ആസ്വാദനം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവന് കാര്യം എളുപ്പമാണ്. ഇത് എല്ലാ തിന്മകളുടെ കാര്യത്തിലും ഇങ്ങനെയാണ്. സ്ത്രീകളെ ആ നോക്കുന്നതിലൂടെ അവന് ലഭിക്കുന്നത് ഒരു നൈമിഷികമായ സുഖമാണ്. പക്ഷേ അവൻ്റെ കണ്ണിനെ താഴ്ത്തി ശീലിച്ചു തുടങ്ങിയാൽ പിന്നീട് ഈ പറഞ്ഞത് അവൻ്റെ സ്വഭാവം സ്വാഭാവികമായ രീതിയായി മാറിക്കഴിയുന്നതോടുകൂടി അവൻ അനുഭവിക്കുന്ന അഭിമാനബോധമുണ്ട്, അവൻ അനുഭവിക്കുന്ന സ്വന്തത്തെക്കുറിച്ചുള്ള ഇസ്സത്തുൻ നഫ്സ്, അഭിമാനമുണ്ട്, അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ആസ്വാദനമുണ്ട്. ഇത് നേടിക്കഴിഞ്ഞാൽ ഈ തിന്മ കൊണ്ട് ലഭിക്കുന്ന നൈമിഷികമായ സുഖത്തെക്കാൾ അവൻ അനുഭവിക്കുന്ന ഈ അഭിമാനബോധം, അവൻ അനുഭവിക്കുന്ന ഈ ആസ്വാദനം, അത് അവന് ആശ്വാസം പകരുന്നതാണ്. ഇത് പ്രത്യേകിച്ച് യുവാക്കൾ, കൗമാരക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ചെറിയ പ്രായത്തിൽ ചില തിന്മകളിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകുന്നു, പിന്നെ അത് തിരിച്ചു കയറാൻ പറ്റുന്നില്ല. ആ അവസ്ഥയേക്കാൾ നിനക്ക് സുഖം നൽകുന്നത് നാളെ ഒരു ദിവസം ഈ തിന്മകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ആവശ്യമില്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ കഴിയുന്നതാണ്. മദ്യം, മയക്കുമരുന്ന്, സിഗരറ്റ്, അതുപോലെ ബ്ലൂ ഫിലിമുകൾ, വൃത്തികേടുകൾ, മോശത്തരങ്ങൾ, എനിക്കതൊരു പ്രശ്നമേ ആകാതെ ജീവിക്കാൻ കഴിയുക എന്നത് എത്ര സുന്ദരമായ ജീവിതമാണ്, എത്ര റാഹത്തുള്ള ജീവിതമാണ്, എത്ര ആസ്വാദനമുള്ള ജീവിതമാണ്. എന്നിട്ട് അദ്ദേഹം പറയാൻ ഫതഖ്വ ഹൈന ഇദിൻ ഹിമ്മതുഹു, ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും പതുക്കെ പതുക്കെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലക്ഷ്യം കൂടുതൽ കൂടുതൽ ഉന്നതമായി തീരും. ഒരാൾ അവനെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ പരിഹരിക്കാൻ തന്നെ കുറേയുണ്ട് എങ്കിൽ എങ്ങനെയാണ് അവന് നന്മകളിൽ മുന്നേറാൻ സാധിക്കുക? പ്രശ്നങ്ങൾ തന്നെ കുറേ പരിഹരിക്കാനുണ്ട്. ഉലമാക്കളിൽ ചിലർ ഉദാഹരണം പറഞ്ഞതുപോലെ, ചില പണ്ഡിതന്മാർ അവരോട് ചോദിക്കപ്പെട്ടു, ഇസ്തിഗ്ഫാറാണോ നല്ലത്, അതല്ല തസ്ബീഹാണോ നല്ലത്, പാപമോചനം തേടലാണോ നല്ലത്, അതല്ല അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ അധികരിപ്പിക്കുന്നതാണോ നല്ലത്? അവർ പറഞ്ഞു, ഒരു മനുഷ്യൻ പുതുവസ്ത്രം ധരിക്കുന്നതിന് മുൻപ് ശരീരത്തിലുള്ള ചെളി സോപ്പ് കൊണ്ട് കഴുകി വൃത്തിയാക്കുകയാണ് വേണ്ടത്. പുതുവസ്ത്രം ധരിക്കണമെങ്കിൽ അത് ശരീരത്തിൽ കഴുകി വൃത്തിയാക്കണം. നിനക്ക് നന്മകൾ അധികരിപ്പിക്കാൻ കഴിയണം, മനസ്സിലുള്ള നജസ്സുകൾ ഒഴിവാക്കണം. ഇതുകൊണ്ട് നീ ശുഗലിലായാൽ, ഇതുകൊണ്ട് നീ തിരക്കിലായാൽ നന്മകൾ അധികരിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഫതഖ്വ ഹിമ്മതോ, അവൻ ഹറാമുകളിൽ നിന്ന് സ്വന്തത്തെ
വൃത്തിയാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലക്ഷ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഹറാമുകളിൽ വീണ് കിടക്കുന്നവൻ്റെ ഒന്നാമത്തെ ചിന്ത എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിവായി കിട്ടണമെന്നതാണ്. അതിനുശേഷമാണ് അവന് ജമാഅത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നത്. അതിനുശേഷമാണ് അവന് വിത്ര നിസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷമേ അവന് രാത്രി നിസ്കാരത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. കാരണം അവൻ്റെ ഒന്നാമത്തെ പ്രശ്നം അവനെ ബാധിച്ചിരിക്കുന്ന ഈ തിന്മയാണ്. ഇത് എടുത്തു നീക്കുന്നതിന് ശേഷം അവൻ്റെ ലക്ഷ്യങ്ങൾ വലുതാകും, നന്മകൾ വലുതാകും. فإن من ذاق لذة شيء قويت همته في تحصيله. ആരെങ്കിലും ഒരു കാര്യത്തിൻ്റെ മധുരം ആസ്വദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ സുഖം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അത് അധികരിപ്പിക്കാനുള്ള വഴി അവൻ തേടിക്കൊണ്ടേയിരിക്കും. കൂടുതൽ കൂടുതൽ അതിലവൻ സുഖം അന്വേഷിച്ചു കൊണ്ടിരിക്കും. സലഫുകളിൽ ചിലർ പറഞ്ഞ വാക്ക് അതിന് ഏറ്റവും അനുയോജ്യമായതാണ്. അവർ പറഞ്ഞു, കാബത്തു സ്വലാത്ത 20 സന. സാബിത്തുൽ ബുനാനി അദ്ദേഹം പറഞ്ഞ വാക്കാണ്. 20 വർഷക്കാലം ഞാൻ നിസ്കരിക്കാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. 20 വർഷം നല്ലപോലെ നിസ്കരിക്കാൻ പ്രയാസമുണ്ട്. നിസ്കരിക്കാൻ നിന്നാൽ ഉണ്ടാകുന്ന മുഖാബദ, പ്രയാസം ചിന്തിക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാകും. കാരണം നിസ്കരിക്കാൻ നിന്നാൽ വരാത്ത ചിന്തകളില്ല. ലോകത്തെ എല്ലാ കണക്കും ഓർക്കാനുള്ള സമയമാണത്. എല്ലാ ചിന്തകളുടെ സമയത്ത് വരും. കാബത്തു അല സ്വലാത്തി 20 സന. 20 വർഷം നിസ്കാരത്തെ വരുതിയിലാക്കാൻ ഞാൻ പണിപ്പെട്ടിട്ടുണ്ട്. വതനഅംതു ബിഹാ 20 സന. പക്ഷെ അത് വരുതിയിലായതിനു ശേഷം 20 വർഷക്കാലം ഞാൻ അതുകൊണ്ട് ആസ്വാദനം അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന നിസ്കാരം ഇപ്പോൾ മുഖാബദത്താണ്, അതിലേക്ക് എത്തിക്കാൻ നമ്മൾ കഷ്ടപ്പെടണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ വജുഇലത്തി സ്വലാ ഖുർറത ഐനി, നിസ്കാരത്തിലാണ് എൻ്റെ കൺകുളിർമയുള്ളത് എന്ന് ഹദീസിൽ പറഞ്ഞ ആ അവസ്ഥ സഹോദരങ്ങളെ, അതൊരാൾക്ക് എപ്പോഴും നേടിയെടുക്കാൻ സാധിക്കുക. നിങ്ങൾ ആ ഹദീസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഗൾഫിൽ ജീവിക്കുന്ന ആളുകൾക്ക് കൺകുളിർമ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ മാസങ്ങൾ കുടുംബത്തെ കാണാതിരുന്ന് കുട്ടികളെ കാണുന്ന ആദ്യത്തെ നിമിഷം ആലോചിച്ചാൽ മതി. അതാണ് കൺകുളിർമ. നിസ്കാരം കൺകുളിർമയാവുക എന്ന് പറഞ്ഞതാണ്. ജുഇലത്തി സ്വലാ ഖുർറത ഐനി. ഒരാൾ നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ അവൻ സന്തോഷിക്കുന്നു, അവൻ എന്തോ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടുന്നത് പോലെ. അപ്പം ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് അവൻ എത്തണമെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ فإن من ذاق لذة شيء قويت همته في تحصيله. ഒരാൾ മധുരം ആസ്വദിച്ചാൽ പിന്നെ അത് കിട്ടാനുള്ള പണിപ്പെടലിലായിരിക്കും അവനുണ്ടാകുക. والاعتياد لممارسة الأعمال الشاقة يزيد القوى التي تصدر عنها تلك الأعمال. പ്രയാസകരമായ പ്രവർത്തനങ്ങൾ ശീലിക്കുന്നതിനനുസരിച്ച് ആ പ്രവർത്തനം ചെയ്യാനുള്ള ശേഷി വർദ്ധിക്കും. നോക്കൂ, നിങ്ങൾ ജിമ്മിൽ പോയാൽ എങ്ങനെ ഉണ്ടാകും? ജിമ്മിൽ പോയി പണിയെടുത്ത് അദ്ദേഹം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഇവിടെ ഉദാഹരണം പറഞ്ഞതാണ്. വലിദാലിക നജിദു ഖുവൽ ഹമ്മാലീൻ വഅർബാബ الصنائع الشاقة تتزايد. കൂലി പണിയെടുക്കുന്ന ആളുകളുടെ ശാരീരിക ശേഷി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഭാരങ്ങൾ പൊക്കാൻ ആദ്യം പ്രയാസമുണ്ട്, പിന്നെ എളുപ്പമായി. ഇതേപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യവും. മനസ്സിനെ നീ പണിയെടുപ്പിച്ച് ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് എളുപ്പമാണ്. ആദത്തുകൾ എളുപ്പമാണ്. ഒരു കാര്യം നമുക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് പ്രയാസമേ അല്ല. പിന്നെ അത് തെറ്റുമ്പോഴാണ് പ്രയാസമുണ്ടാകുക. രാവിലെ എഴുന്നേറ്റ് ഉടനെ ചായ കുടിക്കുക എന്നത് ജനിച്ചപ്പോഴുള്ള ശീലമാണോ? അല്ല. അത് ചിലർ കുടിച്ചു തുടങ്ങിയപ്പോഴാണ് പിന്നീട് അത് ഒഴിവാക്കുന്നത് പ്രയാസകരമായത്. ഇത് ഇബാദത്തുകളുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ചിലർക്ക് നിസ്കാരം നഷ്ടപ്പെടുക എന്നത് ദുനിയാവിൽ എന്തോ വിപത്ത് സംഭവിക്കുന്നത് പോലെയാണ്. എന്തുകൊണ്ടാണത്? ജീവിതം അതിൽ ശീലമായിട്ടുണ്ട്. 20-40 വർഷമായി അവന് ഒരു നേരത്തെ നിസ്കാരം പോലും ചിലപ്പോൾ വക്ത് നഷ്ടപ്പെട്ടിട്ടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്കാരം വക്തിൽ നിന്ന് പോവുക എന്നത് അവന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾ വിമാനയാത്രക്കിടെയോ മറ്റോ ഒരിക്കൽ ഒരാളുടെ അറബികളിൽപ്പെട്ട ഒരാൾ അയാളുടെ നിസ്കാരം അതിൻ്റെ സമയം വൈകിപ്പോയി, അയാളുടെ ശ്രദ്ധ തെറ്റിപ്പോയി. അയാൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നൊരവസരം അപ്പോഴില്ല. അതോടുകൂടി അയാൾക്ക് സമയം നഷ്ടപ്പെടും. നിസ്കാരം സമയം ഇനിയും അധികരിക്കും, ഇനി നഷ്ടപ്പെടുമോ എന്ന് പേടിക്കാൻ തുടങ്ങിയതൊരു മനുഷ്യന് AC-യിലിരുന്ന് അയാൾ വിറക്കാൻ തുടങ്ങി.
ഈ സിലിരുന്നാൽ വേർക്കാൻ, ഒരു നിസ്കാരം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ വേർക്കാൻ. ഒരു മനുഷ്യൻ്റെ ചിന്ത നന്മകളിൽ മാത്രം കെട്ടിപ്പടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനത് നഷ്ടപ്പെടുക എന്നതാണ് പ്രയാസകരം. അപ്പോൾ സഹോദര, ഈ ഒരു അവസ്ഥ നിനക്കുണ്ടാകണമോ? തിന്മകൾ ഉപേക്ഷിക്കുന്നത് ആദ്യത്തിൽ കുറച്ച് പ്രയാസമാണ്, പിന്നെ നിനക്കത് എളുപ്പമായി മാറും. പിന്നെ നിനക്ക് ചിലർ പറഞ്ഞതുപോലെ ഒരു കുതിരയുടെ മുകളിൽ കയറിയിരുന്ന് അതിനെ നിയന്ത്രിക്കുന്നത് പോലെ നിനക്ക് നിൻ്റെ നഫ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. നിൻ്റെ നഫ്സിനെ നീ പറഞ്ഞിടത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ ഈ നഫ്സിൻ്റെ വിളികൾക്കനുസരിച്ച് അതിന് ഉത്തരം കൊടുക്കാൻ തുടങ്ങിയാലോ, അത് വിളിക്കുന്നിടത്തേക്കൊക്കെ പോയാലോ നീ ദുർബലനാകും. എന്നാൽ നീ നിൻ്റെ നഫ്സിനെ പിടിച്ചു കെട്ടുകയും അതിനു മുകളിൽ നിൻ്റെ അധികാരം കൊണ്ടുവരികയും ചെയ്താൽ, നോക്കൂ നിങ്ങൾ, ഉദാഹരണത്തിന് നാവിൽ വരുന്ന സംസാരങ്ങൾ നിയന്ത്രിക്കുക എന്ന് നോക്കൂ, നിങ്ങൾ ശീലിച്ചു നോക്കൂ. എളുപ്പത്തിൽ നാവ് നിൻ്റെ കൈ വരുതിയിലാണ്. അതുകൊണ്ടാണ് ആളുകൾ, ഹിദായത്ത് കിട്ടിയ ആളുകൾ, നോക്കൂ നിങ്ങൾ, ഇന്നലെ വരെ അവന് പല വൃത്തികേടുകളും ശീലമായി പറഞ്ഞവനാണ്. പക്ഷേ ഇപ്പോൾ അവൻ്റെ വായിൽ അങ്ങനെ ഒരു വാക്ക് വരിക എന്നത് വളരെ പ്രയാസമാണ്. എന്തുകൊണ്ടാണിത്? ശീലിപ്പിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ശീലിപ്പിച്ചാൽ ഏതു തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുക എന്നത് സാധ്യമാകുന്നതാണ്. ഇബ്നുൽ ഖയ്യിം പറയുന്നു, ബിഖിലാഫിൽ ബസ്സാസ് വൽ ഖയ്യാത്ത് വനഹ്വിഹിമ. മനുഷ്യർ ശാരീരികമായ വലിയ ബുദ്ധിമുട്ട് ആവശ്യമില്ലാത്ത പണിയെടുക്കുന്ന ആളുകൾ, ഉദാഹരണത്തിന് തുണിക്കടയിൽ നിൽക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ തുന്നൽ പണി ചെയ്യുന്ന ആളുകൾ, അവരുടെ ശരീരത്തിൻ്റെ ശക്തി കുറഞ്ഞു പോകുന്നതാണ് പൊതുവെ കാണുക. എന്തുകൊണ്ട്? ഒരു ശരീരത്തിന് കാര്യമായ പണിയില്ല. ഏതു കാര്യവും ഇതുപോലെ, ഹെഫ്ള് ഇതേപോലെയാണ്. ഖുർആൻ ഹെഫ്ളാക്കുന്നത്, ദീന് പഠിക്കുന്നത് ഇതേപോലെയാണ്. നിങ്ങൾ ശീലിപ്പിച്ചെടുത്താൽ നിങ്ങൾക്കത് എളുപ്പമാണ്. നോക്കൂ സഹോദര, ഒരു ദിവസവും എന്തെങ്കിലും ഒരു വിജ്ഞാനം പഠിക്കാതെ ഞാൻ ഉറങ്ങുകയില്ല എന്ന് തീരുമാനിച്ചു നോക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശീലമായി കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എന്തെങ്കിലും ഒന്ന് പഠിക്കാതെ ഉറങ്ങുക എന്നത് പ്രയാസകരമായി തീരും. എന്തെങ്കിലും ഒരു കാര്യം ദിവസവും വിശുദ്ധ ഖുർആൻ ഓതുക എന്നത്, ഒരു പരിധി എന്തെങ്കിലും ഒന്ന് ഓതുക എന്നത് ഒഴിച്ചുകൂടാനാകാത്ത ശീലമാക്കി നോക്കൂ. ഉറങ്ങുന്നതിന് മുൻപ് എന്തോ ഒരു കാര്യം മിസ്സായതുപോലെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ ഭയങ്കരമായ പണി അവനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, എന്നാലും ക്ഷീണം ബാധിച്ചിട്ടുണ്ടാവും, എന്നാലും ഇതില്ലാതെ ഉറങ്ങാൻ അവന് സാധിക്കുകയില്ല. ശീലത്തിൻ്റെ പ്രശ്നമാണത്. നന്മകൾ ശീലമാക്കിയാൽ അത് എളുപ്പമാണ്, തിന്മകൾ ശീലമാക്കിയാൽ അത് എളുപ്പമാകും. അദ്ദേഹം പറയുന്നു, വമൻ തറക്കൽ മുജാഹദത ബിൽ കുല്ലിയ ضعف فيه باعث الدين. നന്നായി ശ്രദ്ധിക്കുക ഈ കാര്യം. ആരെങ്കിലും തൻ്റെ മനസ്സിൽ ദീൻ അതുകൊണ്ടുള്ള ഈ പ്രേരണകൾ കൊണ്ടുവരുന്നത് ഒഴിവാക്കിയാൽ, അത് വളരെ കുറച്ചാക്കിയാൽ, അത് ചുരുക്കമാക്കിയാൽ, അത് വളരെ നിസ്സാരമാക്കി കണ്ടാൽ അത് തീരെ ദുർബലമാകും. നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ നിന്നാണ് നിസ്കാരത്തിലെ ചിന്തകൾ. നിസ്കാരത്തിലെ ചിന്തകൾ ആരെങ്കിലും വിട്ടുകൊടുക്കാൻ തുടങ്ങിയാൽ ആ പോരാട്ടം അവസാനിപ്പിച്ചാൽ അവൻ പരാജയപ്പെട്ടു. അവൻ്റെ നിസ്കാരം പതുക്കെ പോയി പിന്നെ അവൻ തക്ബീർ കെട്ടുന്നതും സലാം ചൊല്ലുന്നതും വരെ അവൻ അറിയുന്നുണ്ടാവില്ല, യാന്ത്രികമായിരിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ പലരും നിസ്കരിക്കാൻ നിൽക്കും, ഭയങ്കര ആഹത്ത് നിസ്കരിക്കാൻ തുടങ്ങും, വജ്ജഹത്തു അല്ലെങ്കിൽ സലാത്തുൽ ഇസ്തിഫ്താഹ് ആരംഭിക്കും, ഫാത്തിഹ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ചിന്ത തെറ്റിയിട്ടുണ്ടാകും. ഫാത്തിഹ ഒരു പകുതിയാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരും, ചിന്ത പോയിട്ടുണ്ട്, ശരിയാക്കും. ഖുർആൻ ഓതാൻ തുടങ്ങി, ഇമാം ഖുർആൻ ഓതാൻ തുടങ്ങി, കുറച്ചങ്ങ് എത്തിയപ്പോഴത്തേക്ക് ചിന്ത പോയി, വീണ്ടും ചിലപ്പോൾ ശരിയാക്കും. റുക്കൂഇലെത്തി, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പോണോടത്തോളം പോട്ടെ എന്ന രൂപത്തിൽ ആ ചിന്ത ശരിയാക്കുന്നത് അവസാനിപ്പിക്കും. അതോടുകൂടി പിശാച് നിന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഈ പോരാട്ടം നീ തുടർന്നുകൊണ്ടിരിക്കണം. ഇത് കുറച്ച് കഴിഞ്ഞാൽ എളുപ്പമാകും. ഇൻഷാ അല്ലാഹ് അടുത്ത ചില പാഠങ്ങളിൽ അദ്ദേഹം ഈ കാര്യം കൂടുതലായി വിശദീകരിക്കുന്നുണ്ട്. ഇത് റിയാഇൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. റിയാ നിങ്ങൾ വിട്ടുകൊടുത്തു തുടങ്ങിയാൽ റിയാ കീഴ്പ്പെടുത്തും, പിന്നെ റിയാ ഇല്ലാത്ത അമൽ ഉണ്ടാവില്ല. എന്നാൽ
റിയാഇന് പരാജയപ്പെട്ടു കൊടുക്കാൻ നിൽക്കാതെ പണിയെടുത്താൽ റിയാഇനെ പരാജയപ്പെടുത്താൻ എളുപ്പമാണ്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് യുദ്ധത്തിൽ ശത്രുവിൻ്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റോടുന്നത് പോലെയാണ് റിയാഇനോട് പടവെട്ടുക. നിസ്കരിക്കാൻ നിൽക്കും. അപ്പോൾ റിയാ വരുമെന്ന് തോന്നിയാൽ അവൻ എന്ത് ചെയ്യും? നിസ്കാരം ഒഴിവാക്കും. സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു അവന് തോന്നുക ഇത് റിയാ ആവുമെന്ന് തോന്നിയാൽ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കും. അവൻ ചെയ്യേണ്ടത് സുന്നത്ത് നിസ്കരിച്ച് റിയാ എന്നോട് പടവെട്ടുക എന്നതാണ്. നിസ്കരിക്കാതെ അവൻ എഴുന്നേറ്റ് പോയതോടുകൂടി അവൻ റിയാ എന്നോട് ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. അവൻ റിയാ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ലോകമാന്യം അവനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അവൻ നിസ്കാരത്തിലേക്ക് നിൽക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇരുട്ടിൽ ജീവിക്കാനല്ല പഠിച്ചത്, ജനങ്ങളുടെ ജീവിക്കാനാണ്. അവിടെ ഇബാദത്ത് ചെയ്യേണ്ടി വരും, അവിടെ നന്മകൾ ചെയ്യേണ്ടി വരും. എനിക്ക് റിയാ ആവുമെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. നിസ്കാരം അതിൽ വലിയൊരു പങ്ക് പരസ്യമായിട്ടാണ്. അതുപോലെ തന്നെ ഹജ്ജ് പരസ്യമായിക്കൊണ്ടാണ്, ഉംറ പരസ്യമായിക്കൊണ്ടാണ്. ദീനിൽ പരസ്യമായ ഇബാദത്തുകളുണ്ട്, രഹസ്യമായ ഇബാദത്തുകളുണ്ട്. ചിലപ്പോൾ പരസ്യമാക്കുന്നത് അഫ്ദലാകുന്ന സന്ദർഭങ്ങൾ വരെയുണ്ട്. നിങ്ങൾക്കറിയുന്നതായിരിക്കും. സദഖ മറ്റൊരാളെ പ്രേരിപ്പിക്കാനാണ് എങ്കിൽ പരസ്യമാക്കുന്നത് അഫ്ദലാണ്. രഹസ്യമായി ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വേറെ ഒരാളെ പ്രേരിപ്പിക്കുന്നതിനു വേണ്ടി സദഖ പരസ്യമാക്കുക എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ചില ആളുകൾ ഈ പോരാട്ടം അതിൽ മനം മടുത്ത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടരുത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇതിന് ഉദാഹരണമായി പറഞ്ഞ മറ്റൊരു വിഷയം ദീനി പഠനമാണ്. അദ്ദേഹം പറഞ്ഞു, ദീനി പഠനത്തിലേക്ക് പ്രവേശിച്ചവൻ പകുതിയിൽ വെച്ച് അത് ഇട്ടെറിഞ്ഞു പോവുക എന്നത് യുദ്ധത്തിൽ പ്രവേശിച്ചവൻ പിന്തിരിഞ്ഞോടുന്നവനെ പോലെയാണ്. ഇട്ടെറിഞ്ഞു പോകാൻ പാടില്ല. കയറിയോ അതിൽ തന്നെ നിൽക്കണം. അത് ഇട്ടെറിഞ്ഞു പോവുക എന്നത് അവന് പാടില്ലാത്ത കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഇബാദത്തുകളുടെ കാര്യം, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എത്ര ആളുകളാണ് ഈ പോരാട്ടം അവസാനിച്ച് പിന്നെ അവന് എവിടെയും കാണില്ല, അവന് ചിലപ്പോൾ മുസ്ലിമീങ്ങളുടെ സ്വഫിൽ തന്നെ കാണാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പതുക്കെ പിറകെ പോയി പക്ഷെ ഒന്നിനുമില്ലാതെ. അങ്ങനെ ആകരുത്. അദ്ദേഹം പറയുന്നു, وَمَتَى عَوَّدَ نَفْسَهُ مُخَالَفَةَ الْهَوَى غَلَبَهُ مَتَى أَرَادَ. ആരെങ്കിലും തൻ്റെ ദേഹേച്ഛയെ പരാജയപ്പെടുത്തുന്നത് ശീലമാക്കിയാൽ എളുപ്പമാകും. ഉദ്ദേശിക്കുന്നത് പോലെ ഒരു മൂക്കുകയർ കെട്ടിയ കുതിരയെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ അവന് അവൻ്റെ ഹവയെ വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പന്ത്രണ്ടാമത്തെ പാഠം, അത് പറയുന്നതിന് മുൻപ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം അൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അക്മലുൻ നാസി ഹിദായതൻ അഅ്ളമുഹും ജിഹാദൻ. ജനങ്ങളിൽ ഏറ്റവും പരിപൂർണത ലഭിക്കുന്നവർ അവരിൽ ഏറ്റവും പരിപൂർണമായ പോരാട്ടം നടത്തുന്നവരാണ്, ഏറ്റവും പരിപൂർണമായ ജിഹാദിൽ ഏർപ്പെടുന്നവരാണ്. വഅഫ്റദുൽ ജിഹാദ് ജിഹാദുൻ നഫ്സ് ജിഹാദുൽ ഹവ. ഏറ്റവും നിർബന്ധമായ ഈ പോരാട്ടം സ്വന്തം നഫ്സിനോടുള്ള പോരാട്ടമാണ്, സ്വന്തം ഹവയോടുള്ള പോരാട്ടമാണ്. വജിഹാദു ശൈത്താനി വജിഹാദു ദുനിയ. പിശാചിനോടുള്ള പോരാട്ടമാണ്, ദുനിയാവിനോടുള്ള പോരാട്ടമാണ്. 4 കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നൂനിയയിൽ പറഞ്ഞിട്ടുണ്ട്. 4 യുദ്ധങ്ങൾ അവസാനമില്ലാത്ത, ഒരാൾക്കും പിന്തി നിൽക്കാൻ പറ്റാത്ത യുദ്ധമാണ്. 1 നഫ്സിനോടുള്ള യുദ്ധം, 2 ദേഹേച്ഛയോടുള്ള യുദ്ധം, 3 പിശാചിനോടുള്ള യുദ്ധം, 4 ദുനിയാവിനോടുള്ള യുദ്ധം. ഈ 4 യുദ്ധങ്ങൾക്കിടയിലാണ് നമ്മൾ ഓരോ കാൽവെപ്പ് മുന്നോട്ട് വെക്കുന്നത്. ചിന്തിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കും. ഈ 4 എപ്പോഴുണ്ട്. 1 നഫ്സ്, 2 അവൻ്റെ ദേഹേച്ഛ. നഫ്സും ദേഹേച്ഛയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദേഹേച്ഛ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ താല്പര്യങ്ങളാണ്. നഫ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ താല്പര്യങ്ങളാണ്. ഉദാഹരണത്തിന് ദേഹേച്ഛയ്ക്ക് ഉദാഹരണമാണ് വ്യഭിചാരത്തിലേക്കുള്ള താല്പര്യം. നഫ്സിൻ്റെ താല്പര്യത്തിന് ഉദാഹരണമാണ് ആളുകളോടുള്ള അസൂയ, ആളുകൾ അവർക്ക് എന്തെങ്കിലും നന്മ ലഭിച്ചാൽ അവനെ ഇകഴ്ത്താനും അവനെ പ്രയാസപ്പെടുത്താനുമുള്ള ചിന്ത. ഇത് നഫ്സിൻ്റെ ചിന്തയാണ്. ദേഹേച്ഛ എന്നാൽ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്, ശരീരത്തിൻ്റെ താല്പര്യങ്ങളാണ്.
4 കാര്യം പറഞ്ഞു. ഏതൊക്കെയാണ്? 1 ജിഹാദുൽ നഫ്സ്, 2 ജിഹാദുൽ ഹവ, 3 ജിഹാദു ഷൈത്താൻ, പിശാചിനോടുള്ളത്. 4-മത്തേത് ജിഹാദു അദ്ദുനിയ, ദുനിയാവിനോടുള്ളത്. ഈ 4 പോരാട്ടങ്ങൾ നിരന്തരമായ പോരാട്ടമാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഓരോ പോരാട്ടത്തിലും ശ്രദ്ധിക്കേണ്ട അനേകം പാഠങ്ങളുണ്ട്. നഫ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിലേറ്റവും വലിയ ശത്രു ഒരു നിലക്ക് പറഞ്ഞാൽ നഫ്സാണ്. കാരണം ഏറ്റവും വലിയ തന്ത്രശാലി അവനാണ്. അവനവൻ്റെ നഫ്സ്, അവനുണ്ടാക്കി വെക്കുന്ന ഉപദ്രവങ്ങൾ അത്രയും സൂക്ഷ്മമാണ്. പിശാചിൻ്റേത് ചിലപ്പോൾ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും, പക്ഷെ നഫ്സിൻ്റേത് ചിലപ്പോൾ നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നഫ്സ് നിന്നോട് പറയുക നീ വലിയ വിനയാന്വിതനാണ് എന്നായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ നീ ഏറ്റവും വലിയ കിബറിലായിരിക്കും ഉണ്ടാവുക. നഫ്സിന് അതിൻ്റേതായ അഭിനയങ്ങൾ ധാരാളമുള്ള കാര്യമാണ് നഫ്സ് എന്നത്. 12-മത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, അസ്സാനി അഷർ കഫുൽ ബാത്തിലി അൻ ഹദീസിൻ നഫ്സ്. സുബ്ഹാനല്ലാഹ്. ചെറിയ കുട്ടികൾ, കൗമാരക്കാർ, അവരുടെ ഏറ്റവും അധികം ഉപകരിക്കുന്ന ഫായിദയാണിത്. അവർക്ക് ഏറ്റവും അധികം ഉപകരിക്കുന്ന പാഠമാണിത്. കഫുൻ നഫ്സി ഔ കഫുൽ ബാത്തിലി അൻ ഹദീസിൻ നഫ്സ്. മനസ്സിലുണ്ടാകുന്ന മൊട്ടിട്ടു തുടങ്ങുന്ന ചിന്തകളെ അതിൻ്റെ മൊട്ടുകളിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക. വഇദാ മറത് ബിഹിൽ ഖവാതിർ നഫാഹ. മനസ്സിൽ മോശമായ എന്തെങ്കിലും ഒരു ചിന്തയുടെ ആരംഭമുണ്ടായാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. വലാ യുഈഹ വയുസാകിനുഹ. ഒരിക്കലും മനസ്സിലുള്ള ഇത്തരം ചിന്തകൾക്ക് അവിടെ ഇടം കൊടുക്കരുത്, അതിനവിടെ താമസിക്കാൻ സ്ഥലം നൽകരുത്. പിന്നെ ആലോചിക്കാമെന്ന് പോലും പറയരുത്. അവിടെ നിർത്താം, അവിടെ അത് ക്ലോസ് ചെയ്യാം, അവിടെ അത് അവസാനിപ്പിക്കുക. അതിന് രണ്ടാമതൊരു അവസരം തുറന്നു കൊടുക്കരുത്. ഫഇന്നഹ തസീറു മുനാഹ്. സുബ്ഹാനല്ലാഹ്. അതേ പറയുന്നു, ഒരാൾ മനസ്സിൽ എപ്പോഴെങ്കിലും മുട്ടിട്ട ഒരു കാര്യം അതിന് ഹൃദയത്തിൽ സ്ഥാനം നൽകിയാൽ ഫഇന്നഹ തസീറു മുനാഹ്, അത് പിന്നീട് പകൽക്കിനാവുകളായി മാറും. ആദ്യത്തേത് മനസ്സിലുള്ള ഒരു ചിന്തയുടെ തുടക്കമാണ്. ഉദാഹരണത്തിന്, അവൻ കണ്ട ഏതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് മോശമായൊരു ചിന്തയുടെ തുടക്കമുണ്ടായി, അതാരംഭമാണ്. ചെറിയ ചിന്ത അവൻ്റെ മനസ്സിൽ ഒരാലോചന വന്നു, അതവൻ അവിടെ നിർത്തിവെച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കരുത് എന്ന കാര്യം തീരുമാനമെടുക്കുകയും അവൻ മറ്റു കാര്യങ്ങളിലേക്ക് അവനവൻ്റെ ചിന്തകളെ മാറ്റിക്കൊണ്ടുപോവുകയും ശുഗൽ മാറ്റുകയും ചെയ്താൽ അവന് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ തിന്മകളുടെ പല ഖാത്തിറത്തുകളും പല മൊട്ടുകളും ഓരോ നിമിഷവും ചിലപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പലതും നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ആലോചിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, അഊദുബില്ലാ എന്ന് പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കും. പക്ഷേ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ചിന്തയ്ക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്താൽ ഫഇന്നഹ തസീറു മുനാഹ്, അത് പതുക്കെ അവിടെ കിടന്ന് പകൽക്കിനാവായി വളരും. വഹിയ റൂഊസു അംവാലിൽ മഫാലീസ്. ഒരു പണിയുമില്ലാത്തവൻ്റെ ഏറ്റവും വലിയ മുതൽ എന്ന് പറയുന്നത് ഇത്തരം പകൽക്കിനാവുകളാണ്. അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യവുമില്ലാതെ. ചിലപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫായിദ അവനുണ്ടാവില്ല. വഴിയിലിരിക്കും, ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണും, പെണ്ണിനെ കുറിച്ച് ചിന്തിക്കും. എന്തെങ്കിലും ഒരു ഉപകാരം അവന് അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. ഫഇന്നഹ റൂഊസു അംവാലിൽ മഫാലീസ്. പരാജിതരുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഈ പകൽക്കിനാവാണ്. ചിന്തകൾ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ومتى ساكن الخواطر صارت أماني ثم تقوى فتصير هموما. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ ചിന്തയുടെ മുട്ട് അത് വളർന്ന് പകൽക്കിനാവായി ثم تصير هموما, പിന്നെ അത് പകൽക്കിനാവ് എന്നതിൽ നിന്ന് വിട്ട്, പകൽക്കിനാവ് എപ്പോഴുണ്ടാവും? ഒഴിഞ്ഞിരിക്കുമ്പോഴാണ് പകൽക്കിനാവ് ഉണ്ടാവുക. ثم تصير هموما, പിന്നെ അവൻ പണിയെടുക്കുമ്പോഴെല്ലാം അവൻ്റെ ചിന്ത ഇതായി മാറും. തിന്മകളിലേക്ക് ശൈത്താൻ കൊണ്ടുപോകുന്ന രൂപം ഇതാണ്. ആദ്യം ഒരു ഖാത്തിറ, ഒരു ചെറിയ ഒരു മുട്ടിട്ട് നോക്കും, അതിന് അവൻ ശ്രദ്ധ കൊടുത്താൽ
അത് പതുക്കെ പതുക്കെ അവൻ്റെ മനസ്സിലിട്ട് ഉരുട്ടി അത് അവൻ്റെ പകൽ കിനാവുകളാക്കി മാറ്റും. ഇത് ചെയ്താൽ, ഇത് കിട്ടിയാൽ ഇങ്ങനെയാണ്. പിന്നീട് ഫതസീറു ഹുമൂമൻ, പിന്നെ അവനത് കിട്ടാത്തതിനെ കുറിച്ചുള്ള വേദനയാണ്. സുമ്മ തഖ്വ ഫതസീറു ഇറാദാത്ത്, പിന്നീട് അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലെ ഉദ്ദേശങ്ങളായി മാറും. നമുക്ക് തുടങ്ങിയത് വളരെ ചെറിയ കാര്യമായിക്കൊണ്ടേയിരിക്കും. സുമ്മ തസീറു ഇറാദാത്ത്, പിന്നെ അവൻ ചെയ്യണമെന്ന ഉദ്ദേശത്തിലേക്ക് എത്തും. സുമ്മ തഖ്വ ഫതസീറു അസ്മൻ യഖ്തരിനു ബിഹിൽ മുറാദ്, പിന്നെ മാറി അത് ഉറച്ച തീരുമാനമാണ്, ചെയ്തേ തീരൂ എന്നതിലേക്ക് എത്തും. എവിടെ നിന്ന് തുടങ്ങിയത്? ഒരു ചെറിയ ഖാത്തിറ, ഒരു ചെറിയ മനസ്സിലെ ഒരു മിന്നി മറഞ്ഞു പോകുന്നൊരു ചിന്തയായിരുന്നു അതപ്പോൾ തന്നെ അവൻ നിർത്തിവെച്ചിരുന്നു എങ്കിൽ അവൻ എളുപ്പമായിരുന്നു. ആളുകൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, എത്രയോ മോശമായ കാര്യങ്ങളിലേക്ക് ആളുകൾ എത്തിപ്പെട്ടത് ഒരു ചെറിയ നിമിഷത്തെ ചിന്തയിൽ തന്നെ. മറ്റൊരുത്തൻ്റെ സമ്പത്ത് അത് കാണും, അത് ഇങ്ങനെ തട്ടിയെടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, ഒരു ചെറിയ ചിന്ത അവൻ്റെ മനസ്സിൽ വന്നു. പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാം, അവൻ്റെ ആ പൈസ കിട്ടിയാൽ എനിക്കെങ്ങനെ ഉണ്ടാകും, എനിക്കിങ്ങനെ ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഉദ്ദേശങ്ങളായി. പിന്നെ അവൻ ചിന്തിക്കുന്നത് ഇത് എന്തോ അവൻ അവകാശപ്പെട്ടതുപോലെയാണ്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ, മുന്നേ അങ്ങനെ ആയിരുന്നില്ല. ഇതേ കാര്യം വിചാരത്തിൽ, വൃത്തികേടുകളിൽ, പലിശ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര ആളുകൾ പലിശയിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. പലിശയിലേക്ക് പല ആളുകളും പോകുന്നത് കാറില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ഒരു ചിന്ത പറയും, അതല്ലെങ്കിൽ അവൻ പലിശക്ക് കാർ വാങ്ങിച്ച ഏതെങ്കിലും ഒരാളെ കാണും. ഖാത്തിറ, മനസ്സിൽ വന്നു പോകുന്നൊരു ചിന്ത, ഞാനും അങ്ങനെ വായിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അവൻ അപ്പോൾ തന്നെ എനിക്കത് പറ്റില്ല, ഞാൻ മുസ്ലിമാണ്, അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അവനത് അവിടെ നിർത്തിവെച്ചിരുന്നെങ്കിൽ, അവൻ അപ്പോൾ തന്നെ അവൻ്റെ മനസ്സിനെ ശകാരിച്ചിരുന്നു എങ്കിൽ, ഉപദേശിച്ചിരുന്നു എങ്കിൽ, എന്തൊരു വലിയ ഗൗരവപ്പെട്ട കാര്യമാണ് നീ ചിന്തിക്കുന്നത്, അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചൊരു കാര്യത്തെക്കുറിച്ചാണോ നീ ചിന്തിക്കുന്നത് എന്ന് സ്വന്തം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു എങ്കിൽ അത് അവസാനിക്കുമായിരുന്നു. അത് നിർത്തിയില്ല. അവൻ പിന്നെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി, പലിശ എടുത്താൽ എനിക്ക് ഇത്ര സമയം കൊണ്ട് നിർത്താൻ പറ്റും, ഇത്ര സമയം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ അവൻ ചിന്തിക്കുന്നത് ഇറാദാത്ത്, അവൻ്റെ മനസ്സിലുള്ള ഉദ്ദേശമായത് മാറി, എവിടേക്ക് പോകണം, അന്വേഷണങ്ങളായി. സുമ്മ തസീറു അസ്മൻ, പിന്നെ ഒരാൾ പറഞ്ഞാലും അവസാനിപ്പിക്കാത്ത രൂപത്തിൽ അവൻ ഉറച്ച തീരുമാനമെടുത്തു. പിന്നെ അത് അവൻ്റെ പ്രവൃത്തിയായി മാറി. പിന്നീട് അവനത് നിസ്സാരമായി തീർന്നു. ഏതു തിന്മയും ഇങ്ങനെയാണ്. ഇത് ഈ വൃത്തികേടുകൾ കാണുന്ന കാര്യത്തിൽ, ലഹരി ഉപയോഗിക്കുന്നതിൽ, ഇതിലെല്ലാം ഈ പറഞ്ഞത് ബാധകമാണ്. കുട്ടികളിൽ പലരും ലഹരി തുടങ്ങുന്നത് ഒരു വളരെ ചെറിയൊരു അംശം രുചിച്ചുകൊണ്ടാണ്. ആ രുചിയിലേക്ക് അവനെ എത്തിക്കുന്നത് ആദ്യത്തിൽ എപ്പോഴോ ഉണ്ടാകുന്നൊരു ചിന്തയാണ്. അവൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മ്യൂസിക്കുകൾക്ക്, പാട്ടുകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. ഇത്തരം ലഹരി ഉപയോഗിക്കുന്നതിൽ, അതിലേക്ക് പ്രേരിപ്പിക്കുന്നതിൽ, ഇത്തരം ചിന്ത ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്നതിൽ സിനിമകൾക്ക് പങ്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ലഹരി ഉപയോഗിക്കരുത് എന്ന് മാത്രമല്ല, ലഹരി ഉപയോഗിക്കുന്ന സദസ്സിലിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ പഠിക്കുന്ന എത്രയോ കുട്ടികൾ നമ്മൾ ചോദിച്ചു നോക്കുക. അവർ ഹോസ്റ്റലിൽ പോയാൽ കൂട്ടുകാരോടൊപ്പം മദ്യപിക്കുന്ന സദസ്സിൽ പോയിരിക്കും. അവർ ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ അവിടെ ഇരുന്നിട്ട് പിന്നെ ഇറച്ചി കഴിക്കാൻ, അല്ലെങ്കിൽ വെറുതെ ഭക്ഷണം കഴിക്കാൻ. ഈ ഖാത്തിറ, അവർ കുടിക്കുന്നു, ഇവർ കുടിക്കുന്നു, ഇവർ ഉപയോഗിക്കുന്നു, ഇത് കാണുമ്പോഴുണ്ടാകുന്ന ഈ ഖാത്തിറ, ഇത് പതുക്കെ വളർന്ന് കാര്യം നിസ്സാരമായി തുടങ്ങും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു തിന്മയിലേക്കും കാലെടുത്ത് വെക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. ഈ പറഞ്ഞ പാഠം നമ്മളുടെ കൗമാരക്കാരുടെ ഹൃദയത്തിലേക്ക് രക്ഷിതാക്കൾ പകർന്നു കൊടുക്കേണ്ട കാര്യമാണ്. മോനെ, നശിച്ചുപോയ ആൾക്കാരുടെ ജീവിതം കാണിച്ചു കൊടുക്കുക. ലഹരി എൻ്റെ കുട്ടിക്ക് പ്രശ്നമാകുമ്പോൾ അതിലകപ്പെട്ട് ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി കിടന്ന് ബുദ്ധിമുട്ടുന്ന ആളുകളെ കാണിച്ചു കൊടുക്കുക. ജീവിതം ഇതാണ്, തകരുന്ന ജീവിതം എന്താണ്. ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങളിൽ തന്നെ എത്ര കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും.
ആ പറയുന്ന ഖാത്തിറ, പറയുന്ന മനസ്സിലുണ്ടാകുന്ന ചെറിയ തോന്നലിനെ മുറിക്കാൻ എന്താണോ ആവശ്യം അവിടെ അത് നിനക്ക് എളുപ്പമാണ്. പിന്നെയോ ഇത് വളരുന്നതിനനുസരിച്ച് മുറിച്ചു നീക്കുക എന്നത് പ്രയാസമാണ്. പ്രണയം ഇതിന് പറയാവുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? അവസാനിക്കുന്നത് എവിടെയാണ്? അവസാനിക്കുന്നത് സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, വഴിയിലൂടെ പോയൊരു പെൺകുട്ടിയാണ് നോക്കിയതിൽ തുടങ്ങിയ കാര്യം പിന്നീട് അവസാനിക്കുന്നത് ചിലപ്പോൾ ഈ പെൺകുട്ടി നോ പറഞ്ഞാൽ ആ പെൺകുട്ടിയെ തന്നെ പോയി കത്തിച്ച് കളയുന്നതിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഞാൻ ഈ പറയുന്നത് ഹറാമുകൾ, ഖവാത്തിറുകൾ, അതിന് നിൻ്റെ ഹൃദയത്തിൽ അവസരം കൊടുത്തു കഴിഞ്ഞാൽ നീ എത്തിപ്പെടാൻ സാധ്യതയുള്ള നാശത്തിൻ്റെ വഴി അത്ര വലുതായിരിക്കും. നിസ്സാരമായി കാണുന്നത് പോലെയല്ല. നമ്മളിൽ പലരും തിന്മകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങാനാണ്. ഇറങ്ങാൻ പറ്റില്ല. അത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയാൻ, فدفع الخاطر الأول أسهل وأيسر من دفع أثر المقدور بعد وقوعه وترك معاودته. ആദ്യം മനസ്സിൽ മുള പൊട്ടുന്ന ആ ചിന്ത, ആ തോന്നൽ, അത് അവിടെ വെച്ച് മുറിച്ച് കളയലായിരുന്നു. ഇത് അവനെ ബാധിച്ചതിന് ശേഷം, ശീലമായതിനു ശേഷം മാറ്റിയെടുക്കുക എന്നതിനേക്കാൾ അവന് എളുപ്പമുള്ള. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ പാലിക്കാൻ ആഗ്രഹിക്കുന്നവരെ തിന്മ എത്ര ചെറുതാണ് എന്നത് നോക്കരുത്. ഇതിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇറങ്ങുക എന്നത് പ്രയാസമാണ്. ഏതു തിന്മ, സാമ്പത്തികമാകട്ടെ, സ്വഭാവപരമായ തിന്മയാകട്ടെ. സ്വഭാവപരമായ തിന്മകൾ ഇതിൽപ്പെട്ടതാണ്. ആളുകളുടെ ദേഷ്യം ചിലപ്പോൾ തുടക്കത്തിൽ ആരംഭിക്കുന്ന ചെറിയ കാര്യമായിക്കൊണ്ടുണ്ട്, അവസാനിക്കുന്ന ചിലപ്പോൾ ഇത് അവന് ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമായിക്കൊണ്ടായിരിക്കും പിന്നെ ഇത് അവനെ കീഴടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് എന്ന് പറയാനാണ് ഞാനിത് മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അവിടുന്ന് ഒരിക്കൽ ഒരു സ്ത്രീയെ കണ്ടു. സ്വഹാബിയോട് ഒരു സ്ത്രീ നടന്നു പോകുന്നതിനാണ്. സൈനബ്, അവിടുന്ന് തൻ്റെ ഭാര്യയായ സൈനബിൻ്റെ അരികിൽ ചെന്നു. അവർ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ഭാര്യയുമായി ചെയ്യാവുന്ന കാര്യം എന്താണ്, അവിടുത്തെ ആവശ്യം നിർവഹിച്ചു. ثم خرج إلى أصحابه, എന്നിട്ട് അവിടുന്ന് തൻ്റെ സഹാബികളുടെ അടുക്കലേക്ക് തിരിച്ചു വന്നു. ഫഖാൽ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നൽ മർഅത തുഖ്ബിലു ഫീ സൂറത്തി ശൈത്താനിൻ വതുദ്ബിറു ഫീ സൂറത്തി ശൈത്താൻ. പിശാച്, ഒരു സ്ത്രീ അവൾ മുന്നിലേക്ക് നടന്നു വരുന്നത് പിശാചിൻ്റെ രൂപത്തിലാണ്, അവൾ പിന്തിരിഞ്ഞു പോകുന്നതും പിശാചിൻ്റെ രൂപത്തിലാണ്. ഹറാമിലേക്ക് പ്രേരിപ്പിക്കാനുള്ള സാധ്യത അവളിൽ ധാരാളമുണ്ട്. فإذا أبصر أحدكم امرأة فليأتي أهله. നോക്കൂ നിങ്ങൾ, മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നലിനെ മുറിച്ച് കളയേണ്ടത് എങ്ങനെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. നിങ്ങൾ ആരെങ്കിലും ഒരു സ്ത്രീയെ കണ്ടാൽ അവൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ആ ബ്ലൂ ഫിലിം കാണാനല്ല പോകേണ്ടത്, വൃത്തിയേട് കാണാനല്ല പോകേണ്ടത്, സ്വയംഭോഗം ചെയ്യാനല്ല പോകേണ്ടത്. അവൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ഫലിയാത്തി ഇംറഅതഹു, അവൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. فإن ذلك يرد ما في نفسه, അത് അവൻ്റെ മനസ്സിലുള്ള, നോക്കൂ, فإن ذلك يرد ما في نفسه, അവൻ്റെ മനസ്സിലുള്ള ചിന്തയെ ഇല്ലാതെയാക്കാൻ ആ പ്രവൃത്തി അവനെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഭർത്താക്കന്മാരോട് പറയാനൊരു കാര്യമുണ്ട്, ഭാര്യമാരോട് പറയാനൊരു കാര്യമുണ്ട്. ഭർത്താവിനോട് പറയാനുള്ള കാര്യം, നിൻ്റെ ഭാര്യയുടെ അരികിൽ ഷഹ്വത്ത് അവസാനിപ്പിക്കുക എന്നതാണ്. അതിൽ നിനക്ക് നിൻ്റെ ചാരിത്രം സൂക്ഷിക്കാനുള്ള വടിയുണ്ട്, അതോടൊപ്പം എൻ്റെ ഭാര്യയ്ക്ക് അവരുടെ ചാരിത്രം സംരക്ഷിക്കാനുള്ള വടിയുമുണ്ട്. അതുകൊണ്ടാണ് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കാണാം, ഭാര്യയുമായുള്ള ബന്ധം ആഴ്ചയിൽ ഒരിക്കൽ വേണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇത് ഇന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സുബ്ഹാനല്ലാഹ്, ആളുകൾ പലപ്പോഴും ഈ പരിഹാരം മുന്നിലുണ്ട്. ഞാൻ വിവാഹം കഴിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത്. പരിഹാരം മുന്നിലുണ്ട്, പക്ഷേ അവനടുത്തേക്ക് ചെല്ലില്ല. സഹോദരങ്ങളെ, ചില ആളുകൾ ഇതിൽ ലജ്ജ വിചാരിക്കുന്ന ആളുകൾ, അവനവൻ്റെ ഭാര്യയുടെ അടുത്തേക്കാണ് ചൊല്ലുന്നത്. നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവൃത്തിയിൽ നിന്ന് സഹാബികൾക്ക് ബോധ്യപ്പെട്ടു, അവിടുന്ന് തൻ്റെ ഭാര്യയുടെ അരികിലേക്ക് ചെന്നിട്ടുണ്ട്.
അവിടെ നിന്ന് മോശം കണ്ടില്ല. ഒരാൾ ഹറാമിലേക്ക് പോകുന്നതാണോ ഹലാലിൽ അയാളുടെ ആവശ്യം നിർവഹിക്കുന്നതാണോ ലജ്ജിക്കേണ്ട കാര്യം? ഏതാണ് ലജ്ജിക്കേണ്ട കാര്യം? ഭർത്താക്കന്മാരോട് പറയാനുള്ള കാര്യം അതാണ്. അവൻ്റെ ഭാര്യ അവരുടെ അരികിൽ ചെല്ലുക എന്നത് അവൻ ഒഴിവാക്കരുത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ടത്, വൃത്തികേടുകളിൽപ്പെട്ടത്, ഉദാഹരണത്തിന് സിനിമകൾ മനുഷ്യരുടെ ജീവിതത്തെ അപകടപ്പെടുത്തിയ രൂപങ്ങളിലൊന്ന് അവനവൻ്റെ ഭാര്യയിൽ തൃപ്തി കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കണ്ണ് നീ തുറന്നു വെച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ പലതരത്തിലുള്ളത് കാണാൻ സാധിക്കും. ദുനിയാവിലുള്ള എല്ലാം നീ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ പക്കലുള്ളത് ഒന്നുമായി തോന്നുകയില്ല. നീ കണ്ണ് താത്തിയാലോ സലാമത്തുണ്ട്, സമാധാനമുണ്ട്, കൂടുതൽ കണ്ടിട്ടില്ലെങ്കിൽ. ഏതു കാര്യവും ഇങ്ങനെയാണ്. നിങ്ങൾ കണ്ടില്ലേ, നാട്ടിൽ നിന്ന് ഏതോ കുടിലിൽ കഴിഞ്ഞ ആളുകൾ ചിലപ്പോൾ എറണാകുളം സിറ്റിയിലൊന്ന് പോയി രണ്ട് കെട്ടിടം കണ്ടു കഴിഞ്ഞാൽ എന്താ വലുപ്പം എന്ന് പറയും. അതേ ആൾ പിന്നീട് ഗൾഫിൽ പോയി, ദുബായിലോ മറ്റോ പോയി തിരിച്ച് വന്നാൽ ഇതൊക്കെ എന്താണ് എന്ന് പറയും. നോക്കൂ, ഇന്നലെ വരെ അവന് ഇത് വളരെ വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇന്നത് അവന് നിസ്സാരമായത് എന്തുകൊണ്ട്? അതിനേക്കാൾ വലുത് കണ്ടു. അത് കണ്ണ് താഴ്ത്തുക എന്നത് സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ചത് സ്ത്രീകളോട് വസ്ത്രം ശരിയാക്കാൻ മാത്രമല്ല, പുരുഷന്മാരോട് എന്താ പറഞ്ഞത്? അവർ കണ്ണ് താത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കണ്ണ് താത്തണം, കണ്ണ് തുറന്നു വെക്കരുത്, എല്ലാ സ്ത്രീകളെയും നോക്കരുത്. ഇന്ന് ഈ സിനിമകൾ ഉണ്ടാക്കിയെടുത്ത അപകടങ്ങളിൽപ്പെട്ടതാണിത്. ഇത് ഭാര്യ ഭർത്താക്കന്മാരെ ബാധിക്കുന്ന വലിയ അപകടങ്ങളിൽപ്പെട്ടതാണ്. ഭാര്യമാരോട് പറയാനുള്ള കാര്യം എന്താണ്? സഹോദരി, നിന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ ഏറ്റവും വലിയ വാജിബാത്തുകളിൽപ്പെട്ടതാണ് ഭർത്താവ് കിടക്കയിലേക്ക് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാനുള്ളത്. ഈ ഹദീസിൽ എന്താണ്? സൈനബ് റളിയല്ലാഹു അൻഹ വീട്ടുപണിയിലായിരുന്നു. വീട്ടുപണിയെടുക്കുന്ന സമയത്ത് ഒരു ഭർത്താവ് ഭാര്യ വിളിച്ചാൽ പൊതുവെ എന്തായിരിക്കും വീടുകളിൽ സംഭവിക്കുക? ആളുകൾ ഇതിലൊക്കെ എന്തോ ഒരു അനാവശ്യമായ ലജ്ജ കാണാറുണ്ട്. അത് പിശാചിൽ നിന്നുള്ള വിശ്വാസം. അവനവൻ്റെ ഭാര്യയെ വിളിക്കുന്നതിലോ അവനവൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതിലോ ഒരു മോശത്തരവും കാണേണ്ടതില്ല. അതിനൊരു വൃത്തികേടില്ല. അത് നന്മയുള്ള കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്ത് കണ്ട കാര്യങ്ങൾ ഈ ഹദീസ് യുക്തിവാദികളിൽ ചിലർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലെന്താണ് ആക്ഷേപിക്കാനുള്ളത്? നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളെ നോക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവനവൻ്റെ ഭാര്യയുടെ അരികിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി എന്ന് പറയുന്നതിൽ സുബ്ഹാനല്ലാഹ്. ഒരു സഹോദര, ഈ അനാവശ്യമായ ലജ്ജ ശൈത്താനിൽ നിന്നുള്ളതാണ്. ഇതേ കാര്യം നിങ്ങൾക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ കാണാൻ സാധിക്കും. 15 വയസ്സുള്ള കുട്ടി, 15ഒക്കെ പോയി, 10 വയസ്സുള്ള കുട്ടി ഗേൾ ഫ്രണ്ട് ഉണ്ടായാൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ 18 വയസ്സുള്ള കുട്ടി കല്യാണം കഴിച്ചു നോക്കട്ടെ, അത് ആളുകൾ എന്തോ ഒരു ഭയങ്കര മോശമായ കാര്യമായി കാണും. ഒന്ന് ഹലാലാണ്, മറ്റൊന്ന് ഹറാമാണ്. ഇത് ശൈത്താൻ മനസ്സിലുണ്ടാക്കുന്ന ചിന്തന, നീ അതിലേക്ക് വീണു പോകേണ്ടതില്ല. അതുകൊണ്ട് ഖാത്തിറത്തുണ്ടാകുമ്പോൾ, ഞാൻ അതിനാണ് ഇത്രയും പറഞ്ഞത്, ഖാത്തിറത്തുണ്ടാകുമ്പോൾ ഹലാലായ വഴി ഉപയോഗപ്പെടുത്തുക. ഹലാലായ വഴി ഉപയോഗപ്പെടുത്തുക. ഇത് ശിർക്കിൻ്റെ കാര്യത്തിൽ സംഭവിക്കാം. കുട്ടിക്ക് അസുഖമായി, അപ്പോൾ അടുത്ത വീട്ടിൽ അയൽവാസി വന്നിട്ട് പറയും തങ്ങളുണ്ട്, എൻ്റെ കുട്ടിക്ക് അസുഖം വന്നപ്പോൾ അവിടെ കൊണ്ട് അസുഖം മാറിയിട്ടുണ്ട്. ഇത് ഖാത്തിറത്താണ്. എത്ര തൗഹീദുള്ള ആളുകൾ ഈ തുടക്കത്തിൽ വീണുപോയിട്ടുണ്ട്. എത്ര ആളുകൾ, നിങ്ങൾ നിസ്സാരമായി കാണരുത്. എന്താണ് ഖാത്തിറത്ത് പരിഹരിക്കാനുള്ള വഴി? എന്താണ്? അല്ലാണ്ട് ദുആ ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റുകൾ ജീവിതത്തിൽ പാലിക്കുക, റുഖ്യ ചെയ്യുക, മന്ത്രിക്കുക, കാണിക്കേണ്ട ഡോക്ടർമാരെ കാണിക്കുക. അതല്ലാതെ അവന് മാറിയില്ലേ, ഇവന് മാറിയില്ലേ, ഇവർക്ക് മാറിയില്ലേ എന്ന് ചിന്തിക്കലല്ല. ഈ ഖാത്തിറത്തിൽ വീണുമ്പോൾ എത്ര ആളുകൾ ശിർക്കിലേക്ക് എത്തിപ്പെട്ട ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. പിശാചും മനുഷ്യനും തമ്മിലുള്ള ഉപമ പറഞ്ഞിട്ടുണ്ട്. പിശാച് അവനോട് പറഞ്ഞു, ഖാല ലഹു ഉക്ഫുർ ഫലമ്മ കഫറ ഖാല ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. പിശാച് അവനോട് പറഞ്ഞു, നീ കാഫിറാവണം. അവൻ കാഫിറായി. അവൻ കാഫിറായപ്പോൾ ശൈത്താൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു.
അതിന് പിന്നിലൊരു കഥയുണ്ട്. ആ ആയത്തിന് പിറകിൽ ഒരു കഥയുണ്ട്. മുഫസ്സിറുകൾ എടുത്തു നൽകിയ ഒരു ചരിത്രമുണ്ട്. അവർ പറഞ്ഞു, ബനൂ ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽ ഒരു വലിയ പുരോഹിതനുണ്ടായിരുന്നു, വലിയ സന്യാസി ഉണ്ടായിരുന്നു. അയാളുടെ മഠത്തിൽ ആരാധനകളുമായി കൂടുന്നൊരു മനുഷ്യനായിരുന്നു. അങ്ങനെയിരിക്കെ ശൈത്താൻ ഇയാളെ വഴിപിഴപ്പിക്കാൻ പല മാർഗങ്ങൾ നോക്കി. ഇയാൾ ഒന്നിനും വീഴുന്നില്ല. അങ്ങനെ 4 സഹോദരങ്ങളുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് പിശാച് അസുഖമുണ്ടാക്കി, അസുഖം ബാധിപ്പിച്ചു. അങ്ങനെ ഈ 4 സഹോദരങ്ങൾക്കും അവരുടെ സ്വപ്നത്തിൽ ശൈത്താൻ അവരോട് പറഞ്ഞു, ഇന്ന നാട്ടിൽ ഒരു പുരോഹിതനുണ്ട്, അയാളുടെ അരികിൽ കൊണ്ടുപോയാൽ നിങ്ങളുടെ പെങ്ങളുടെ സഹോദരിയുടെ അസുഖം മാറും. അയാളുടെ അരികിൽ നിങ്ങൾ ചിലപ്പോൾ ഈ സ്ത്രീയെ കൊണ്ടുപോയി ആക്കിയാൽ ചിലപ്പോൾ സ്വീകരിക്കില്ല. അതുകൊണ്ട് അയാളുടെ മഠത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് വന്നാൽ മതി. അങ്ങനെ ഈ 4 പേരും തങ്ങളുടെ സഹോദരിയെ കൊണ്ടുപോയി അയാളുടെ മഠത്തിൽ കൊണ്ടുപോയി ആക്കി. ഇയാൾ മുന്നിൽ വരുമ്പോൾ ശൈത്താൻ ഇവളെ വിവസ്ത്രയാക്കുകയും അയാളുടെ മുന്നിൽ നിർത്തുകയും ചെയ്തു. അയാൾ അതിലൊന്നും വീണില്ല. പക്ഷേ പിന്നീട് ഒരിക്കൽ പിശാചിൻ്റെ ഈ കെണിയിൽ അയാൾ വീണുപോയി. അയാൾ ഇവളുമായി ബന്ധപ്പെട്ടു. എനിക്ക് സ്ത്രീ ഗർഭിണിയായി. അതോടുകൂടി അയാൾ പേടിക്കാൻ തുടങ്ങി. അയാൾ പുരോഹിതനാണ്. ആളുകൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ മഠം തകർക്കും, ഇയാളെ വധിച്ചു കളയും. പിശാച് ഇയാളോട് സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, സഹോദരന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഈ പെണ്ണിനെ കുഴിച്ചു മൂടിക്കും, വധിച്ച് കൊന്നു കളയുകയും കുഴിച്ചു മൂടിച്ചു. അങ്ങനെ ഇയാൾ സ്ത്രീയെ കൊന്നു കളഞ്ഞു, കുഴിച്ചിട്ടു. ശൈത്താൻ ഈ 4 സഹോദരങ്ങൾക്കും അവരുടെ സ്വപ്നത്തിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, ഇന്നയാൾ കൊന്നിട്ടുണ്ട്, നിൻ്റെ സഹോദരിയെ കൊന്നിട്ടുണ്ട്, ഇന്ന സ്ഥലത്താണ് കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ഇയാളുടെ അരികിലേക്ക് വരാൻ ഇയാളെ മഠത്തിൽ വന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തി. ആ സന്ദർഭത്തിൽ പിശാച് പറഞ്ഞു, ഞാനാണ് നിന്നെ ഈ അപകടത്തിൽ പെടുത്തിയത്, നിനക്ക് രക്ഷപ്പെടുന്ന ഒരു വഴിയുണ്ട്, എനിക്ക് സുജൂദ് തരാം. അയാൾ സുജൂദ് ചെയ്തു. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പിശാച് അവൻ ഒരാളെ വഴിപിഴപ്പിച്ച രൂപമില്ല. ഖാല ലഹു ഉക്ഫർ, കാഫിറാവു എന്ന് പറഞ്ഞവൻ കാഫിറായി. എല്ലാ നിലക്കും അയാളെ വഴിപിഴപ്പിക്കാൻ പിശാച് നോക്കി, നടന്നില്ല, ഒരു നിലക്കും സാധിച്ചില്ല. നോക്കൂ, സ്ത്രീകളുടെ ഒരു ഖാത്തറത്തിൽ നിന്ന് ഇത് ഇന്നത്തെ കാലത്ത് എന്തൊക്കെ വഴികളുണ്ട്. വാട്സാപ്പുണ്ട്, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉണ്ട്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ആളുകളെ വഴിപിഴപ്പിക്കാൻ ഒരു വോയിസ് വന്നു, അല്ലെങ്കിൽ ഒരു കോള് വന്നു, അപ്പോൾ ഒരു സ്ത്രീയുടെ സൗണ്ട് കേട്ടു, അവൻ തിരിച്ചു വിളിക്കാതെ സമാധാനമല്ല. അവിടെ അത് നിർത്തിയിരുന്നെങ്കിൽ അവൻ്റെ അഭിമാനം അവന് സംരക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്തൊക്കെ പ്രയാസങ്ങളിൽ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഖാത്തിറ, ഈ പറയുന്ന മനസ്സിലെ ചിന്തകൾ ഉണ്ടാക്കുന്ന അപകടമാണ് ഞാൻ ഈ പറയുന്നത്. 13ാമത്തെ കാര്യം പറയാൻ അവസാനിപ്പിക്കാം. 13ാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഖത്ഉൽ അലാഇഖി വൽ അസ്ബാബ് അല്ലതി തദ്ഊഹു ഇലാ മുവാഫഖത്തിൽ ഹവ. അവൻ്റെ ദേഹേച്ഛ അവനെ വിളിക്കുന്ന കാര്യങ്ങൾ, തിന്മകൾ, അതിലേക്ക് അവനെ നയിക്കുന്ന പല വഴികളും ഉണ്ടായിരിക്കാം. ഇത് ഓരോരുത്തർക്കും അവരവരുടെ കാര്യത്തിൽ നിന്നറിയാം. ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് തിന്മയിലേക്കുള്ള ഏറ്റവും വലിയ എളുപ്പവഴിയാണ്. ഒരു റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് അവനെല്ലാ ഹറാമിലും വീഴാനുള്ള വഴി. എങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കരുത്, ഒപ്പൊരാളെ നിർത്തുക. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ, ഗൾഫിൽ നിൽക്കുന്ന പല ആളുകളും അവരുടെ ചോദ്യങ്ങളുണ്ടായി, ഒറ്റയ്ക്ക് നിന്നാൽ ഇങ്ങനെ പ്രശ്നം, ഞാൻ പലതും ഒറ്റയ്ക്ക് നിൽക്കരുത്, നിൻ്റെ ഒപ്പം ദീനിയായ ഒരാളെ കൊണ്ട് നിർത്തുക. ചില ആളുകൾക്ക് കൂട്ടുകാരോടൊപ്പം കൂടിയാലാണ് തിന്മകളുണ്ടാവുക. അവൻ്റെ കൂട്ടുകാർ അങ്ങനത്തെ ആൾക്കാരായിരിക്കും. എങ്കിൽ നീ പോയി ഒറ്റയ്ക്ക് നിൽക്കുക, അവരടുത്ത് തന്നെ പോയി നിൽക്കാതിരിക്കുക. അവരടുത്ത് നിൽക്കുകയും വേണം, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. എന്താണോ നിന്നെ തിന്മയിലേക്ക് നയിക്കുക, ഈ സാധാരണ ഫോണാണോ എങ്കിൽ ഇത് ഈ പറഞ്ഞ പ്രശ്നങ്ങളില്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കാൻ ഇതിൽ വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുക. കമ്പ്യൂട്ടറാണോ എങ്കിൽ ആൾക്കാരുള്ള സ്ഥലത്ത് വെച്ച് ഉപയോഗിക്കാം. ചില ആളുകൾ കുട്ടികൾക്ക് എല്ലാ തിന്മക്കുള്ള വഴി തുറന്നു വെച്ചു കൊടുക്കും.
എന്നിട്ട് കുട്ടികൾ വഴിപഴിച്ചാൽ കിടന്ന് ലഭിക്കും. അവന് ലാപ്ടോപ്പ് അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഇന്നത്തെ കുട്ടികൾ ചിലപ്പോൾ രക്ഷിതാക്കളോട് പറയുന്ന കാര്യമാണിത്. 5-10 വയസ്സുള്ള കുട്ടികളെ പറയും, എനിക്ക് പ്രൈവസി വേണം, എൻ്റെ റൂമിലേക്ക് കയറാൻ പാടില്ല. അങ്ങനെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നോക്കാതെ ഒഴിവാക്കി വിടാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. നിങ്ങളെല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. മക്കളെ നോക്കണം, അവരെന്താ വീഡിയോ നോക്കുന്നത്, അവരെന്താ ഫോണിൽ കാണുന്നത്, പരിശോധിക്കണം. പ്രത്യേകിച്ച് ഈ കാലത്ത് എന്തായാലും പരിശോധിക്കണം. ഇന്ന് ചില ആളുകൾ ഇത് പാശ്ചാത്യരിൽ നിന്ന് വന്നതാണ്, പാശ്ചാത്യരുടെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. കുട്ടികൾക്ക് റൂം കൊടുക്കുക, പിന്നെ അതിലേക്ക് രക്ഷിതാവ് കയറൂല, അവിടെ നോക്കാൻ വളരെ പ്രൈവസിയാണ്. അങ്ങനെ ഒരു പ്രൈവസി ഇസ്ലാമിലില്ല. ഹറാമുകളിലേക്ക് മക്കൾ പോകുന്നുണ്ടോ അത് പരിശോധിക്കണം. അത് വാപ്പയുടെ ബാധ്യതയാണ്, ഉമ്മാൻ്റെ ബാധ്യതയാണ്. അവൻ്റെ കൂട്ടുകാരാരാണ്, അവൻ ആരുമായി സംസാരിക്കും, ശ്രദ്ധിക്കണം. അപ്പോൾ ഹറാമിലേക്ക് നയിക്കുന്ന വടികൾ എന്താണോ ഉള്ളത് അത് മുറിച്ചു കളയണം. ഇന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നിങ്ങൾ വായിക്കുന്ന വാർത്ത മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകണം. മുസ്ലിം പേരുള്ള പെൺകുട്ടികളാണ് സ്വർഗരതിയിലേക്കും മറ്റു കാര്യങ്ങളും പരസ്യമായി വരുന്നത്. എങ്ങനെയാണ് ഇവർ ഈ വഴിയിലേക്ക് എത്തിപ്പെട്ടത്? ഇത് പ്രകൃതിപരമായ കാര്യമാണ്. ഒരാൾക്ക് ജനിച്ച ഉടനെ തന്നെ എനിക്കിനി, അല്ലെങ്കിൽ ജനിച്ചാൽ പൊതുവെ പ്രകൃതി ആ മനുഷ്യന് തോന്നുന്നതല്ല. എങ്ങനെയാണ് ഇത് വന്നത്? എങ്ങനെയാണ് ഈ കുട്ടിയുടെ മനസ്സിൽ ഇത് വളരുന്നത്, ഇവർ തിരിച്ചറിയാതെ പോകുന്നത്? എങ്ങനെയാണ് ഇത്രയധികം മാതാപിതാക്കൾ അശ്രദ്ധരാകുന്നത്? അവനാണ് കുട്ടികളെ നോക്കണ്ടേ? കോളേജിൽ പറഞ്ഞു വെച്ചാൽ അവരെ ആരായിട്ടാണ് പഠിക്കുന്നത്, ആരായിട്ട് സംസാരിക്കുന്നത് നോക്കണ്ടേ? സഹോദരങ്ങളെ, ഇത് വളരെ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഹറാമിലേക്ക് നയിക്കാനുള്ള വടികൾ എന്താണ്, അത് സ്റ്റോപ്പ് ചെയ്യുക. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വലാ തഖറബു അസ്സിന, വലാ തസ്നു എന്നല്ല, വിചാരിക്കരുത് എന്നല്ല, വലാ തഖറബു അസ്സിന, വിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിൻ്റെ കാൽപ്പാടുകൾ നിങ്ങൾ അതിൽ അവനെ പിന്തുടരരുത്. കാൽപ്പാടിൽ ചവിട്ടാൻ പാടില്ല, വേറെ വഴിക്ക് നടക്കുക. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഉപമയുണ്ട്. അദ്ദേഹം ഹറാമുകളിൽ വീഴുന്നതിനുള്ള ഉപമ ഒരു മനുഷ്യൻ ചെളിയുള്ള വടിയിലൂടെ നടക്കുന്നത് പോലെയാണ്. അത് നമ്മൾ ചെളിയുള്ള വഴി നടക്കുമ്പോൾ ശ്രദ്ധിക്കാൻ, ചെളി ശരീരത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കും, കാലൊക്കെ നോക്കി വെക്കും. അങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു കുഴിയിലങ്ങ് കാല് ചവിട്ടിയെന്ന് വിചാരിക്കുക, ചെളിയിൽ അബദ്ധത്തിൽ വീണുപോയി, പിന്നെ എന്തായിരിക്കും അവസ്ഥ? പിന്നെ അങ്ങ് നടക്കും. ഒരു തവണ വീണ് കഴിഞ്ഞാൽ പിന്നെ ചെളി നിന്നെ ബാധിക്കുന്നതിന് പ്രശ്നമാവാതെ ഏതായാലും നനഞ്ഞു എന്നാണ് ഇതിൽ പറയുന്നത്. ഇതേ കാര്യം ഹറാമുകളിലുണ്ട്. ഹറാമുകളിൽ ഒരു തവണ ചവിട്ടിയാൽ പിന്നെ മുങ്ങി കുളിച്ചുകൊണ്ടാണ് പലരും തിരിച്ചു കയറാൻ ശ്രമിക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയാൻ, വലൈസൽ മുറാദു അല്ലാ യകൂന ലഹു ഹവ, ഒരു മനുഷ്യന് ദേഹേച്ഛ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് മുഴുവനായി മുറിച്ചു കളയാൻ പറ്റില്ല. മറിച്ച് ബൽ യസ്റിഫു ഹവാഹു ഇലാ മാ യൻഫഉഹു, മറിച്ച് അവൻ്റെ ദേഹേച്ഛയെ അവന് ഉപകരിക്കുന്ന കാര്യത്തിലേക്ക് അവൻ പ്രയോജനപ്പെടുത്തുക. അവൻ്റെ ദേഹേച്ഛ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും എന്ത് ചെയ്തില്ല, വിചാരം ഹറാമാക്കി. പിന്നെ ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടരുതെന്നാണ് പറഞ്ഞത്? അല്ല, വിവാഹം കഴിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. ഏത് ഹറാമുകൾ നോക്കൂ നിങ്ങൾ ഇസ്ലാമിൽ, ഹറാമുണ്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ അതിൻ്റെ ഇരട്ടിയായി ഹലാലിൻ്റെ വഴി തുറന്നു വെച്ചിട്ടുണ്ടാകും. ഹദീസുകളിൽ പലപ്പോഴും ഹറാമ് തിരുത്തുമ്പോൾ ഹലാൽ കൂടി പറഞ്ഞു കൊടുക്കുന്നത് കാണാം. ഹദീസിൽ പല ഹദീസുകളും നിൽക്കുകയാണ്. ഹറാമ് വേണ്ട എന്ന് പറയുമ്പോൾ ഒപ്പം ഹലാൽ പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ടാണ്? ഹറാമല്ല എങ്കിൽ ഈ വടികളുണ്ട്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് ദഅവത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തിന്മകളിലുള്ള ആളുകൾ അവരോട് തിന്മ സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ അവന് വേറെ പണി കൂടി പറഞ്ഞു കൊടുക്കണം. നിനക്ക് ഇങ്ങനെ ചെയ്യേണ്ടതില്ല, ഇങ്ങനെ ചെയ്യാം. ഈ കഴിവ് നിനക്ക് മറ്റൊരു മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ, ഹലാലിൽ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഹറാമിൽ തന്നെ കിടക്കും. അദ്ദേഹം ഈ പറഞ്ഞ ഭാഗത്ത് വിശദീകരിച്ച ചുരുക്കം അതാണ്. അദ്ദേഹം പറയാൻ, فإن ذلك يدفع عنه شر الاستعمال في معاصيه, ഒരാൾ തൻ്റെ ദേഹേച്ഛയെ ഹലാലിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ
ഹലാലുകളിൽ ഉപയോഗിച്ചാൽ ഹറാമുകളിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് അത് അവനെ തടയുന്നതാണ്. فإن كل شيء من الإنسان يستعمله لله فإن الله يقيه شر استعماله لنفسه وللشيطان. ഒരാൾ തൻ്റെ നഫ്സിലുള്ള എന്തൊരു കാര്യം അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹു അവനെ ആ കാര്യത്തിൽ ഹറാമിൽ വീഴുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ചെവി അള്ളാഹു അനുസരിക്കുന്നതിൽ ഉപയോഗപ്പെടുത്തിയാൽ ഹറാമിൽ നിന്ന് അള്ളാഹു കാക്കുന്നതാണ്. കണ്ണ് ഇതേപോലെ തന്നെ. ഏത് കാര്യം എന്തൊരു കാര്യമാണോ നമ്മൾ ഹലാലിൽ ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹു അത് ഹറാമിൽ നിന്ന് തടയാൻ സഹായമായി നൽകുന്നതാണ്. നോക്കൂ നിങ്ങൾ, വിജ്ഞാനം ഒരാൾ അള്ളാഹുവിന് വേണ്ടി അല്ല പഠിച്ചത് എങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും പിന്നെ ഉപയോഗപ്പെടുത്തുക? അവനവൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും, അവനവൻ്റെ ദേഹേച്ഛയ്ക്ക് വേണ്ടിയായിരിക്കും. വൽഅമലു ഇല്ലം യകുൻ ലില്ലാഹ് കാന ലിറിയാഇ വന്നിഫാഖ്. അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല അമൽ ചെയ്യുന്നത് എങ്കിൽ റിയാഇനും നിഫാഖിനും വേണ്ടിയായിരിക്കും. ഇത് രണ്ടിലൊന്നല്ലാതെ ഒരു വഴിയില്ല. ഒന്നല്ലെങ്കിൽ അള്ളാഹുവിന്, അല്ലെങ്കിൽ ഷൈത്താനോ അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയുമാണ്. വൽമാലു ഇല്ലം യുൻഫഖ് ലില്ലാഹ് ഉൻഫിഖ ഫീ ത്വാഅത്തി ശൈത്താനി വൽ ഹവ. സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിശാചിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. ഇത് നിർബന്ധമാണ്. നല്ലതിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലേ ഹറാമിന് ഉപയോഗിക്കും. നിൻ്റെ ബുദ്ധി നല്ലതിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലേ ചീത്തന് വേണ്ടി ഉപയോഗിക്കും. ഈ രണ്ടിലൊരു വഴിയല്ലാതെ നമ്മുടെ മുന്നിലില്ല. والقوة إن لم يستعملها في أمر الله استعملته في معصيته. ഒരാളുടെ ശാരീരികമായ ശക്തി അയാൾ അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഹറാമിൽ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം കുട്ടികൾ അവരുടെ കഴിവ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും ആ കഴിവ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ഉപയോഗപ്പെടുത്താൻ അവർ ശീലിപ്പിക്കുകയും വേണം. ഇത് പല രക്ഷിതാക്കളും പഠിക്കേണ്ട നല്ലൊരു പാഠമാണ്. എൻ്റെ കുട്ടിക്ക് ചിലപ്പോൾ ശാരീരിക ശേഷിയാണ് ഉണ്ടാവുക, ബുദ്ധി അത്ര പവർഫുള്ളായിരിക്കില്ല എങ്കിൽ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അവൻ്റെ ശാരീരിക ശേഷി ഉപയോഗപ്പെടുത്താൻ പഠിപ്പിക്കും. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ശാരീരിക ശേഷി ഉണ്ടെങ്കിൽ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യാൻ പഠിപ്പിക്കും, ബുദ്ധി ഉണ്ടെങ്കിൽ ആലിമാവാൻ പഠിപ്പിക്കുക, കച്ചവടം ചെയ്യാൻ കഴിവുണ്ടെന്ന് മനസ്സിലായാൽ കച്ചവടം ചെയ്യാനും സദഖ ചെയ്യാനും പഠിപ്പിക്കുക. കുട്ടികളെ അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ താല്പര്യങ്ങൾ നല്ലതിലേക്ക് പോകും. ചില കുട്ടികൾക്ക് വരക്കാൻ കഴിവുണ്ട്. അപ്പോൾ കുട്ടികൾ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിനക്ക് ഒന്നും വരക്കാതിരിക്കാൻ പറ്റില്ലെങ്കിൽ ജീവനില്ലാത്ത വരച്ചോ. അപ്പോൾ കുട്ടികൾ വരക്കാൻ ചിലപ്പോൾ കുട്ടികൾക്ക് കഴിവുണ്ടാകും. ഒന്നല്ലെങ്കിൽ ജീവനില്ലാത്തവയുടെ ചിത്രം വരയ്ക്കാം. വരക്കാനേ പാടില്ല എന്ന് പറഞ്ഞാലോ അത് അവൻ്റെ കഴിവിൽപ്പെട്ടതാണ്. സ്വാഭാവികത ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും. നല്ലത് ഉപയോഗപ്പെടുത്തുക. ഖുർആനായത്ത് നല്ല വൃത്തിയിൽ എഴുതാൻ പഠിപ്പിക്കുക, ഖത്ത് പഠിപ്പിക്കുക. കുട്ടികളെ അവർക്ക് എന്തിലാണോ കഴിവുള്ളത് അത് പ്രയോജനകരമായ കാര്യത്തിലേക്ക് അതിനെ വഴി തിരിച്ചു വിടുക എന്നത് മനുഷ്യന് സാധിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറയുന്നു, فمن عود نفسه العمل لله لم يكن عليه أشق من العمل لغيره. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി പണിയെടുത്താൽ അത് തൻ്റെ ജീവിതത്തിലെ ശീലമാക്കി കഴിഞ്ഞാൽ അവന് ഏറ്റവും പ്രയാസമുള്ള കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാന്നുള്ളതാണ്. ഇത് വളരെ വലിയ പാഠമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ആവണോ, മരിക്കുന്നതിന് മുൻപ് ഈ അവസ്ഥയിലേക്ക് എത്തണോ, ഇപ്പോൾ പണിയെടുക്കുക. അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത് സ്വന്തത്തെ ശീലിപ്പിക്കുക. ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അള്ളാഹു അല്ലാത്തവർക്കൊരു പണിയെടുക്കുന്നത് പ്രയാസകരമായി തീരും. അതായിരിക്കും നിനക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ നേരെ മസ്ജിദിൽ പോകുന്ന സമയത്ത് നിരന്തരമായി ജമാഅത്ത് നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരാളെ സംബന്ധിച്ച് കൈയും കാലും തളർന്നാൽ വരെ ചിലപ്പോൾ അയാൾക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം വീട്ടിലിരിക്കുന്നതായിരിക്കും. അയാൾക്ക് പള്ളിയിൽ പോകുന്നതിന് കാലിന് വയ്യാത്ത സ്ട്രോക്ക് ബാധിച്ച ആൾ ഓരോ ജമാഅത്തിനും വരികയാണ്. കാലിനും കയ്യിനും ഒരു കുഴപ്പമില്ലാത്ത ആളുകൾ അവർക്ക് അങ്ങോട്ട് പോകുന്നത് പ്രയാസം. എന്നാൽ കാലിനും കയ്യും വയ്യാത്ത ആൾ അയാൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് പ്രയാസം. ചിലപ്പോൾ അയാൾ ബാക്കിയുള്ളവരൊക്കെ പറയും നിങ്ങൾ പോണ്ട. മസ്ജിദുകൾ എത്ര ആളുകളാണ് നമ്മളങ്ങനെ കാണുന്നത് വടിയും കുത്തി വരുന്നത്. അതിൽ താഴെയുള്ള ഒരു രോഗം ബാധിച്ചാൽ നമ്മൾ പലരും മസ്ജിദ് പോകുന്നത് വേണ്ടാന്ന് വെക്കും. പക്ഷെ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയിലുള്ള പ്രവർത്തനം ശീലമാക്കിയാൽ അത് ഉപേക്ഷിക്കുക എന്നതായിരിക്കും ഏറ്റവും പ്രയാസം. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുക. നമുക്ക് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു
പായൽ കിടന്ന് മരിക്കുമ്പോൾ അദ്ദേഹം കരയുന്നത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ മരിച്ചുപോയില്ല എന്നത് ആലോചിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന് പ്രയാസകരമായി തീരുന്നത് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ അദ്ദേഹത്തിന് അവിടത്തേക്ക് ശീലമായി. നമുക്ക് മുദർ ഗോത്രത്തിൽ കുറച്ച് ആളുകൾ വന്നു, കയ്യിൽ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആളയച്ചു. വീട്ടിലൊന്നുമില്ല. വീട്ടിലേക്ക് അവിടെ നിന്ന് കയറിപ്പോയി, വീട്ടിലൊന്നുമില്ല. സഹാബികൾ പറഞ്ഞു, അവിടുത്തെ മുഖം വിവരണമായി. എന്താലോചിച്ചിട്ട്? അവനവൻ്റെ വീട്ടിലൊന്നും ഇല്ലാതെല്ലാം ആലോചിച്ചിട്ടല്ല, ഇവർക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല എന്നത് ആലോചിച്ചു. സ്വതക്ക ശീലമായപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രയാസമായി തീരുന്നത്. നമ്മൾ പലർക്കും നേരെ തിരിച്ചാൽ കൊടുക്കാമെന്നുള്ളതാണ് പ്രയാസകരമായി തീരുന്നത്. നോക്കൂ, ഈ നന്മകൾ ഒരാളുടെ ശീലമായി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുന്നത് പ്രയാസകരമാവുന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഈ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, وهذا في جميع أبواب الأعمال فليس شيء أشق على المنفق إلا من الإنفاق لغيره وكذا بالعكس. അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും ചിലവഴിക്കുക എന്നുള്ളതായിരിക്കും അവന് ഏറ്റവും പ്രയാസകരമായി തീരാൻ. ഇത് സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് അനുഭവിച്ചാലല്ലാതെ ഇത് ഈ പറഞ്ഞതിൽ പലതും തിരിച്ചറിയാൻ സാധിക്കാം. നമുക്കിത് വാക്കുകൊണ്ട് പറയാം എന്നല്ലാതെ ദീനിലെ ചില മഖാമുകൾ, ചില സ്ഥാനങ്ങൾ, ചില പദവികൾ അനുഭവിച്ചവനല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയുന്നത് കിതാബിൽ വായിക്കാം. അതിൽ നമുക്ക് ചിലപ്പോൾ നാവ് കൊണ്ട് പറയാൻ സാധിക്കും. പക്ഷേ അത് എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ അതിനു മാത്രം നമ്മൾ ചിലപ്പോൾ പണിയെടുക്കേണ്ടതുണ്ട്, നന്നായി പണിയെടുക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ. ഇതിനെ പറഞ്ഞത് ഏറ്റവും യുവാക്കൾ, പ്രത്യേകിച്ച് കൗമാരക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം വസ്വാസുകൾ അവസാനിപ്പിക്കുക എന്നതാണ്. മനസ്സിൽ വരുന്ന ചിന്തകൾ അതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ഇല്ലാതെയാക്കുക. ഇന്ന് നമ്മൾ പലപ്പോഴും ചെറിയ കുട്ടികൾ ഈ പറയുന്ന മയക്കുമരുന്നിലും മറ്റുമൊക്കെ അടിമപ്പെടുന്നത് കാണുമ്പോൾ ഇത്തരം ഉപദേശങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിൻ്റെ ആവശ്യം അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു കിതാബ് വെച്ചത് വായിച്ചതാണ്. ഇത് നിൻ്റെ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നീ പറഞ്ഞു കൊടുക്കുക. മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തൊരു തലമുറ നശിച്ചു പോകരുത്. ഇന്ന് കുട്ടികൾ നാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഇത്ര അപകടമുള്ളതാണ്. മയക്കുമരുന്നൊരു ഭാഗത്ത്, സ്വർഗ്ഗരതി ഒരു ഭാഗത്ത്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ പരസ്യമായി വലിയ അവകാശമാണെന്ന് പറഞ്ഞ് ആളുകൾക്ക് മുന്നിൽ വെച്ച് ജനങ്ങൾ ഇത് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. എന്തൊരു വൃത്തികേടാണ് മനസ്സിലാക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ ആളുകൾ എത്തിപ്പെടുന്നത് ആലോചിച്ച് നോക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ എത്തിപ്പെട്ടത്? നമ്മുടെ തലമുറ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. വല്ലാഹി ലതഅമുറുന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. ഔ ലയൂഷികന്ന അല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിനസ് സമാ സുമ്മ ലതദഊന ഫലാ യുസ്തജാബു ലക്കും. അതല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ആകാശത്ത് ശിക്ഷ ഇറക്കും, പിന്നെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ല. മുൻപ് നമ്മുടെ പ്രശ്നം പ്രണയമായിരുന്നു, ആണും പെണ്ണും തമ്മിലുമാണ്. അത് ആദ്യകാലത്തൊക്കെ എന്താ പ്രശ്നം? പാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരാളെ പ്രണയിച്ചു എന്നതായിരുന്നു, മുസ്ലിമാണ്. ഇപ്പോൾ പ്രശ്നം മാറി. ഇപ്പോൾ പിന്നെ അന്യമതത്തിലുള്ള, എന്നിട്ട് ആളുകളത് അവകാശമായി പറയുന്നത് ഈ മുസ്ലിമാണോ പറ്റില്ല എന്നുള്ളതാണ് ഉത്തരം. നാട്ടിലെ നിയമം കൊണ്ട് പറ്റുമോ? പറ്റും. പക്ഷേ ഇസ്ലാമിൽ പറ്റുമോ? ഇല്ല, ഇസ്ലാമിൽ പറ്റില്ല. എത്ര പെൺകുട്ടികളാണ്, എത്ര യുവാക്കളാണ് ഈ പറഞ്ഞ കുഫറിൽ പോയി ചാടുന്നത്. തനിച്ച് കുഫർ പോയിട്ട് അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കും. അഊദു ബില്ലാഹി മിൻ ദാലിക്. ഇപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഫിത്ന എന്താണ്? സ്വർഗ്ഗരതിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസ്ലിം കുടുംബങ്ങളിലേക്ക് ഇത് എങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് ഇത്തരം വാർത്തകൾ മറ്റു മതസ്ഥരിൽ കണ്ടിട്ടല്ല പിന്നെ നമ്മളെ മതത്തിൽ കാണുന്നത്. ആദ്യം തന്നെ കാണുന്നത് എവിടെയാണ്? അള്ളാഹുവിൻ്റെ ദീൻ പാലിച്ച് ജീവിക്കേണ്ട മുസ്ലിം സമൂഹത്തിനിടയിൽ ആദ്യമായിട്ട് കാണപ്പെടുന്നത്, ഒരു നാട്ടിലെ ആദ്യത്തെ പ്രശ്നമായിട്ട് വരുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ നിന്നാണ് എന്നു പറയുമ്പോൾ നമ്മുടെ മതപരമായ ഉപദേശങ്ങൾ, മതപരമായ നിഷ്ഠകൾ എത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള തെളിവാണ്. അത് ഈ പറയുന്ന എന്ത് പറഞ്ഞാലും ദീനിൻ്റെ എന്തൊരു കൽപ്പനയും ഒന്ന് കണിശമായി പറഞ്ഞാൽ തീവ്രവാദം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഒരാൾക്ക് ദീനിലെ ഒരു കൽപ്പനയും അനുസരിക്കാനുള്ള ധൈര്യമില്ലാതെയായിരിക്കും.
എന്തു വന്നാൽ. ഇപ്പോൾ ആളുകൾ സ്വർഗരതിനെ നോക്കൂ നിങ്ങൾ. ചില ആളുകൾ സ്വർഗരതിയെക്കുറിച്ച് സംസാരിച്ചിട്ട് പറയും, സ്വർഗരതി തിന്മയാണെന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ട്, തിന്മയല്ലെന്ന് പറയാൻ മറ്റുള്ളവർക്ക് അവകാശമുണ്ട്. നാട്ടിലെ കാര്യമാണ്, ശരിയാണ്. സ്വർഗരതി വേണമെന്ന് പറയുന്നവരെ നമുക്ക് വെറുപ്പില്ല. എന്താ ഈ പറയുന്നത്? എന്ത് അപകടകരമായ വാദമാണ് നിങ്ങൾ ഈ പറയുന്നത്? സ്വർഗരതി ചെയ്യുന്നവരെ വെറുക്കണം, തിന്മ ചെയ്യുന്നവരെ വെറുക്കാതെ പിന്നെ എങ്ങനെയാണ് കുട്ടികൾ ഇന്ന് അകന്നു നിൽക്കുക? അടുത്ത തലമുറയാണ് നിങ്ങൾ ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം പഴച്ച വാദങ്ങൾ കൊണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ ഇങ്ങനെ ഒരു വാദമല്ല. തിന്മ ചെയ്യുന്നവരെ വെറുക്കണം, അത് ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു. എൻ്റെ കുട്ടികൾ നമ്മൾ പറഞ്ഞു, മോനെ മോനെ കണ്ടില്ലേ, മഹാവികൃതിയാണ്, അവരടുത്തേക്ക് പോരുതട്ടാ, അവൻ്റെ കളിക്കാൻ എന്തുകൊണ്ടാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്? മോനെ നീ അവൻ്റെ വികൃതിയെ വെറുത്താൽ മതി, അവനെ വെറുക്കേണ്ടതില്ല എന്ന് നമ്മൾ പറയുമോ? കള്ളു കുടിക്കുന്ന ഒരുത്തനെ നോക്കി അവൻ്റെ കള്ളുകുടിയെ വെറുത്താൽ മതി, നീ അവനുമായിട്ട് സ്നേഹത്തോടു കൂടി പെരുമാറണം നമ്മൾ പറയാം. അങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത്? അങ്ങനെ തന്നെ പഠിപ്പിക്കണം. മോനെ ഈ വൃത്തികൾ നോക്കൂ. നിങ്ങൾ ഒരു 5-6 കൊല്ലം മുൻപ് മുസ്ലിങ്ങൾ മാത്രമല്ല അന്യ മതസ്ഥർ വരെ ബസ്സിലോ ട്രെയിനിലോ കയറിക്കഴിഞ്ഞാൽ, അന്യ സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ, ഈ പറയുന്ന കോലത്തിൽ നടക്കുന്ന ഹിജഡ കോലത്തിൽ നടക്കുന്ന ഒരാൾ അടുത്ത് വന്നിരുന്നത് എന്താ ചെയ്തിരുന്നത്? പ്രകൃതിയാ മനുഷ്യന് ഇത് വെറുപ്പുണ്ടായിരുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരാൾ ഈ പറയുന്ന വാദം പറയുന്ന ഏതെങ്കിലും ഒരാൾ ട്രെയിനിൽ ഈ ചിന്ത പറയുന്ന ആൾക്കാർ ഈ വൃത്തികേട് കാണിച്ചു വരുന്ന, നിന്നെ എനിക്ക് വെറുപ്പൊന്നുമില്ല, നിന്റെ ഈ തിന്മ എനിക്ക് വെറുപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ 10 രൂപ 100 രൂപ സ്നേഹത്തോടു കൂടിയാണോ വെച്ചു കൊടുക്കുന്നത്? പല മറ്റേ അന്യ സംസ്ഥാനങ്ങൾ പലയിടത്ത് പോയി കഴിഞ്ഞാൽ ഈ വൃത്തികേട് ചെയ്യുന്ന ആളുകൾ വന്ന് നിർബന്ധിച്ച് പൈസ വാങ്ങിക്കും. സ്നേഹത്തോടു കൂടിയാണോ കൊടുക്കുന്നത്? എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? അവരെ വെറുക്കേണ്ടതുണ്ട്. ഇന്ന് ചില ആളുകൾ പറയും വെറുപ്പ് എന്നത് എന്തോ ഒരു വലിയ, അങ്ങനെയില്ല. വെറുക്കേണ്ടതുണ്ട്. തിന്മകൾ ഒരിക്കലും സ്വർഗരതി എന്ന് പറയുന്നൊരു വസ്തു ഇവിടെ ഉണ്ടോ? ഇല്ല. അതിനെ വെറുക്കാൻ അത് വ്യക്തികളിലാണ് നിലനിൽക്കുന്നത്. ആ വ്യക്തികൾ അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ തിന്മ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ചില ആളുകൾ വെറുപ്പ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു അപകടം പിടിച്ച കാര്യമാണ് എന്ന തോന്നൽ പ്രചരിപ്പിക്കുകയും ഇത് യുവാക്കളെ അപകടത്തിലേക്ക് നയിക്കും. ഞാൻ പ്രത്യേകം പറയട്ടെ, കുട്ടികളെ നിങ്ങൾ ഇത്തരം വീഡിയോകൾ വരെ കാണിച്ചു കൊടുക്കരുത്. ഈ ഹിജഡകളുടെയോ അതല്ലെങ്കിൽ സ്വർഗരതിയിൽ പെട്ട് ഈ മോശമായ കോലങ്ങൾ കൊണ്ട് അവരുടെ രൂപം തന്നെ കാണിച്ചു കൊടുക്കരുത്. കുട്ടികൾ കാണിച്ചു കൊടുക്കരുത്. കുട്ടികൾക്ക് ഈ പറയുന്ന ചിത്രങ്ങൾ സ്വാഭാവികമായി തോന്നാനാണ് ഇത് കാരണമാവുക. അവരുടെ ഫിത്രത്ത്, ശുദ്ധ പ്രകൃതിയുടെ ഭാഗമാണിത്. അതുകൊണ്ടാണ് ലൂത്ത് നബി ചോദിച്ചു നോക്കുക, അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യതയുള്ള ഒരു മനുഷ്യനുമില്ലേ എന്നാണ് ചോദിച്ചത്. നോക്കൂ, സുബ്ഹാനല്ലാഹ്, വൃത്തികേടാണിത്, ഇതൊരു നജിസാണ്. അത് പറഞ്ഞാൽ ഇന്ന് കാലത്ത് ആളുകൾക്ക് പലർക്കും ഇഷ്ടപ്പെടില്ല, ശരിയാണ്. പക്ഷെ ആളുകൾക്കനുസരിച്ച് ദീൻ മാറ്റാൻ പറ്റില്ല. ഇസ്ലാമിലെ നിയമം ഇതാണ്. ഇത് പണ്ട് കാലത്ത് 1970 80 ഇതേ കാര്യം ഹിജഡകൾ ഈ പറയുന്ന ഹിപ്പി സംസ്കാരം വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. സഹോദരങ്ങളെ, തിന്മയെ വെറുക്കണം. തിന്മ വെറുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തിന്മ ചെയ്യുന്നവനോട് അനിഷ്ടം ഉണ്ടാവണം, അവനോട് ദേഷ്യമുണ്ടാകും. തിന്മ ചെയ്യുന്നതിൻ്റെ പേര് അതിൻ്റെ അർത്ഥം അവനെ പോയി കൊല്ലണം എന്നാണോ? അതിൻ്റെ അർത്ഥം അവനെ പോയി വധിച്ചു കളയണമെന്നാണോ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഫിത്രത്തിൽപ്പെട്ട കാര്യമാണ് തിന്മ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്ന ഒരാളോട് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരനിഷ്ടം ഉണ്ടാവും. അത് മനുഷ്യൻ്റെ ഫിത്രത്തിൽപ്പെട്ടതാണ്. അള്ളാഹ് അതിൻ്റെ ദീന് ഫിത്രത്തിൻ്റെ ദീനാണ്. ഇതൊരിക്കലും തിന്മയെ വെറുക്കാനും തിന്മ ചെയ്യുന്നവരെ വെറുക്കേണ്ടെന്ന് പറയില്ല. അതുകൊണ്ട് ഈ വാദം ഇന്ന് സ്വർഗരതിക്കെതിരെ സംസാരിക്കുന്നവരുടെ നാവിൽ തന്നെ വരാം. അതേപോലെ തന്നെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരിക്കലും ഇത്തരം ഈ പറയുന്ന വേഷം മാറി നടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അവരെ കാണിച്ചു കൊടുക്കരുത്. ഇത് കുറച്ചു കഴിഞ്ഞാൽ നിസ്സാരമായി തോന്നും. ശരിയാണ്, ഈ പ്രശ്നം ബാധിച്ച ആളുകളുണ്ട്, യുവാക്കളുണ്ട്, കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരെ കാണിക്കുക എന്നല്ലാതെ നാട്ടിലെല്ലാവരെയും ഈ പറഞ്ഞ വൃത്തികേട് കാണിക്കുന്നതിന് നമ്മൾ തന്നെ വടിയൊരുക്കരുത്. കണ്ണുകൾ ഹറാമിൽ നിന്ന് എത്രമാത്രം അകറ്റിപ്പിടിക്കുന്നു അത്രയും അതിനോടുള്ള ദേഷ്യവും അകൽച്ചയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിയുടെ ഹദീസ് നോക്കുന്നു. അവിടുന്ന് പറഞ്ഞു, അന്ത്യനാൾ വന്നാൽ ഫിത്നകൾ കടൽ തിരമാലകളെ പോലെ വരും. ഒരു തിരമാല വരുമ്പോൾ അവൻ പറയും, ഹാദിഹി ഹാദിഹി, ഈ ഫിത്നയിൽ ഞാൻ നശിക്കും, പേടിക്കും. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ അടുത്തത് വരുമ്പോൾ
അവൻ പറയും ഇതിൽ ഞാൻ എൻ്റെ കഥ തീരും. നോക്കൂ, അങ്ങനെ അവനെ ഫിത്നകളിട്ട് മറിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ഈ ഫിത്ന ഇത് തിരിച്ചു പോകുമ്പോൾ ഇത് അവസാനിക്കും. എന്തായാലും ഈ പറയുന്ന സ്വർഗരതി, ഇതിനു വേണ്ടിയിട്ടുള്ള ഒച്ചയും പുളിയും ഇത് അവസാനിക്കും. പക്ഷെ ഇത് അവസാനിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയം ഈ ഫിത്ന കുടിച്ചു പോകരുത്. ഇതിനോടൊക്കെ ഒരു നിസ്സാരഭാവം, അതൊരു കുഴപ്പമില്ലാത്ത കാര്യം, അങ്ങനെ ആകരുത്. ഇത് മഹാവൃത്തികേടാണ്. ആ ചിന്ത ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അവർ നമ്മുടെ വീടകങ്ങൾക്കുള്ളിലേക്ക് കയറി വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ശുഭഹത്തുകളിൽ നിന്ന്, ആശയക്കുഴപ്പങ്ങളിൽ നിന്ന്, ശഹ്വത്തുകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹു നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم وبارك على نبينا محمد.